ഓഫർ 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 നിരത്തിയിട്ട് വിൽപ്പന. അപ്പൊ വിളിച്ചാലാ നമുക്ക് വിളിക്കാം. നിങ്ങൾ എന്താണ് നിങ്ങൾ പൊളിക്കേണ്ട പ്രാവശ്യം? എന്താണ് പൊളിച്ചടക്കാം? ട്രംപിൽ വിളിച്ച നിങ്ങള് ട്രംപ് ഇപ്പൊ ഫോൺ എടുക്കുന്നില്ല. ഫോൺ എടുക്കില്ല. 1470 കഴിഞ്ഞ വീക്കിൽ നമ്മൾ 1525 കൊടുത്തു. ഓക്കെ, അപ്പൊ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 33,925 രൂപ വരുന്നുള്ളൂ. അതാ മക്കളെ 33,000 കൂടെ കൊടുക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ S25 ആദ്യമായിട്ടാണ് ഇത്രയും വില കുറച്ച് കൊടുക്കുന്നത്. 25 ഇറങ്ങി 25 അൾട്ര ഇറങ്ങിയിട്ട് 3 മാസം മുഴുവൻ TDR സ്റ്റോക്ക് 280 ദിർഹം ഉള്ളൂ കേട്ടോ. 280 ദിർഹം വെറും 6000 അത്ര തന്നെ ഉള്ളൂ. വെറും 6500 രൂപ വരുന്നുള്ളൂ. 16 Pro TDR Pro Max TDR 128 എല്ലാ കളർ ഒറ്റ റേറ്റിന് കൊടുക്കാം ആണ് കാര്യം പറഞ്ഞ്. ഇനി നമ്മൾ നേരെ ടാബിലേക്ക് പോകണം. സാംസങ് ടാബിലേക്ക്. അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് നല്ല കാണാനുള്ള ഭംഗിയുള്ള ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ നല്ല സാധനം ഇരിക്കണില്ല. ഞങ്ങള് എല്ലാ കളറുണ്ട്. ഈ കളറൊക്കെ നല്ല കറക്റ്റായിട്ട് നമ്മൾ പറയുന്നത് കേട്ടോ. ആരാധകരെ 24 അൾട്രക്ക് വില കുറച്ച്. S24 അൾട്ര വീണ്ടും വില കുറഞ്ഞു. എത്ര? ഓക്കെ, നമുക്ക് 2750 കൊടുക്കാം. വീണ്ടും കുറച്ചിട്ടാണ് 16 Pro കേട്ടോ. ഓക്കെ, അതിന് 512 വേണ്ടാക്ക് 4600 4600 വേൾഡിൽ ഇരിക്കട്ടെ ഒരു വാച്ച്. മിഡ്സ് വേൾഡിൽ ഇരിക്കട്ടെ ഒരു വാച്ച്. അപ്പൊ എന്തായാലും കുറെ കാലമായിട്ട് കൂടിയ ആളല്ല. അപ്പൊ മുപ്പിരിക്കണം. അപ്പൊ ഒരുപാട് കമ്പനി കാര്യങ്ങൾ അതുപോലെ നിങ്ങൾ പ്രൈസ് കുറച്ചിട്ടാണ് നമ്മള് കൊടുക്കുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിശയപ്പെടും. നല്ല വില കുറച്ചിട്ട് കൊടുക്കാൻ പോകുന്നത്. ബാബു ഷാനവാസ് ഈ ആഴ്ച എവറസിറ്റിക്ക് പോലെ നല്ല കിഡിലൻ സ്മാർട്ട് വാച്ചും ബ്രോയ്ക്ക് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് തരുന്നതായിരിക്കും കേട്ടോ. കണ്ടാലും വെട്ടിവെച്ചാലും വീണ്ടും നോട്ടിഫിക്കേഷൻ വന്ന മുഴുവൻ ഇരുന്ന് കാണും. അതാണ് BB എവറസിറ്റി പവർ എന്നിട്ട് പറയുന്നത്. ഹായ്, കൂടാനുള്ളവരെല്ലാം കൂടിക്കോട്ടെ. അതാ വേറെ ലെവൽ ഓഫറാണ് നമ്മൾ തരാൻ പോകുന്നത്. ഇതാ S24 അൾട്രയും iPhone 16 Pro Maxും ഒപ്പം ഒരുപാട് ചെറിയ ആൻഡ്രോയിഡ് ഫോണുകൾ നമ്മൾ തരാൻ പോകുന്നത്. നമ്മൾ സ്വന്തം എവറസിറ്റിയിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ തുടങ്ങിയാലോ, വേറെ ലെവൽ ഓഫർ. അപ്പൊ വിളിച്ചാലാ നമുക്ക് വിളിക്കാം. നിങ്ങൾ എന്താണ് നിങ്ങൾ പൊളിക്കേണ്ട പ്രാവശ്യം? എന്താണ് പൊളിച്ചടക്കാം? ട്രംപിൽ വിളിച്ച നിങ്ങള്? ട്രംപ് ഇപ്പൊ ഫോൺ എടുക്കുന്നില്ല. ഇടങ്ങാറായി ട്രംപിനെ കൊണ്ട് കയ്യല്ലെന്ന് പറഞ്ഞു. ട്രംപിനെ നേരിട്ട് വിളിച്ചിട്ട് പ്രൈസ് കുറയ്ക്കല. പല പരിപാടികളും നമ്മള്. അപ്പൊ ഇപ്രാവശ്യം പ്രൈസ് കുറച്ച് വളരെ കുറച്ച് വേറെ ലെവൽ ഓഫറിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്നാണ് അഷ്കർക്ക പറയുന്നത്. അഷ്കർക്ക പറയും ട്രംപ് ചോദിക്കാണ് വെറു ഫോൺ മാത്രമായ പോലെ കുറച്ച് ബോംബെല്ലാം വാങ്ങുന്ന പറയുന്നത്. അതാണ് നമുക്കിട്ട് ആവശ്യമില്ല എന്നാണ് നമ്മൾ മനസ്സിൽ ജനങ്ങളുടെ മനസ്സിലാവും. നമുക്ക് അതെ നമ്മള് ഗിഫ്റ്റ് എടുക്കാൻ പോവാണ്. നമ്മള് സ്നേഹത്തിന്റെ കടക്കാർ. ട്രംപിന്റെ കാര്യം നോക്കരുത് നിങ്ങള്. ഓക്കെ, ഓഫർ തുടങ്ങുന്നതിന് മുമ്പ് കഴിഞ്ഞ വീഡിയോയിൽ ആരൊക്കെ കമന്റ് ഇട്ടോ അവർക്കുള്ള ഗിഫ്റ്റും കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ആരൊക്കെ കമന്റ് ഇട്ടോ നോക്കട്ടെ എന്താണെന്ന്. ഈ വീഡിയോയിലും കിട്ടലും കമന്റ് ഇട്ടാ. ഓക്കെ, വീഡിയോയിലേക്ക് പോലാം. ഓക്കെ, അതായത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തമ്പനിയിലൊക്കെ മാറ്റിയിട്ടാണ്. ഓക്കെ, കണ്ടാലും വെട്ടിവെച്ചാലും. ഓക്കെ, ഫസ്റ്റ് തന്നെ ഉണ്ട്. കണ്ടാലും വെട്ടിവെച്ചാലും പോയി. അപ്പോഴേക്കും പരസ്യം വരികയാണ്. സ്കിപ്പോടെ പോട്ടെ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എവറസിറ്റിയിലിട്ട വീഡിയോ ആണിത്. അതിൽ ഒരുപാട് പേര് കമന്റ് ഇട്ടിട്ടുണ്ട്. അല്ലതാ അഷ്കർക്ക് ഫസ്റ്റ് കമന്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അഷ്കർ നിങ്ങൾക്ക് വായിച്ചേരണ നിങ്ങൾ കമന്റ് ഇട്ടിട്ടുണ്ടല്ലോ. ഓക്കെ, ഞാൻ ആർക്കും മറുപടി കൊടുത്താണ്. ആയതിന് ലവ് ഇട്ടിട്ട്. ഓക്കെ, അവിടെ കിടക്കട്ടെ. കണ്ടാലും വെട്ടിവെച്ചാലും വീണ്ടും നോട്ടിഫിക്കേഷൻ വന്ന മുഴുവൻ ഇരുന്ന് കാണും. അതാണ് BB എവറസിറ്റി പവർ എന്നിട്ട് പറയുന്നത്. ദസാനം നോക്ക് നിങ്ങള്. ആ കമന്റ് ഉണ്ടല്ലോ, വേറെ ലെവലിൽ കമന്റ് ആണ്. എവിടെ പോയാലും എവറസിറ്റിയുടെ വീഡിയോ എടുത്തുകൊണ്ടൊരു കമന്റ് എല്ലാ വീഡിയോ ഉണ്ടോ. ഞാൻ എവിടുത്തെ വീഡിയോ എടുത്താലും അത് വേറെ കാര്യം. അപ്പൊ പ്രണവ് പ്രഭാകരൻ എന്ന് പറഞ്ഞിട്ട് 324 കൊടുത്തിട്ടുണ്ടല്ലോ. 324 കൊടുത്താലും കൊടുത്തില്ല അമ്മാരി കമന്റ് ആണ്. കണ്ടാലും വെടിച്ചാലും വീണ്ടും നോട്ടിഫിക്കേഷൻ വന്നാൽ മുഴുവൻ ഇരുന്ന് കാണും. BB ആൻഡ് എവറസിറ്റി പവർ. ഒരു പേരുടെ ഒരുപാടൊക്കെ ഉണ്ടാവും. ഞാൻ വെറും കാഴ്ചക്കാരൻ മാത്രമാണ്. എന്തെങ്കിലും മേടിക്കും ഒരു ദിവസം എന്ന് പറയുന്നത് ദിലീപ് PN പറഞ്ഞിട്ടുണ്ട്. ദിലീപ് PN എന്തായാലും ഒരു ദിവസം എടുക്കാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ വീഡിയോസും കാര്യങ്ങളും ഉണ്ട്. അല്ല ഓഫറും കാര്യങ്ങളൊക്കെ ആയിട്ട് തരും. അപ്പോൾ ആദ്യത്തെ വാച്ചും കൂടെ പ്രണവ് പ്രഭാകരന് കൊടുക്കുക അല്ലേ. ഓക്കെ, കുറേ നാളായി ഫോൺ മേടിക്കണമെന്ന് വിചാരിക്കുന്നു. പൈസ സെറ്റായിട്ടില്ല. എന്തായാലും ഈ ആഴ്ച വാങ്ങിക്കണമെന്ന് വിചാരിക്കുന്നു. കൂടിയിട്ട് കുറേ നാളായി ഇന്ത്യൻ റുപ്പിയിൽ കൺവേർട്ട് ചെയ്ത വീഡിയോ സൈഡിൽ കാണിക്കുന്നത് നല്ലതായിരുന്നു. നിബിൻ ബാബു എന്തായാലും ഈ ആഴ്ച എവറസിറ്റിക്ക് പോലെ നല്ല കിഡിലൻ സ്മാർട്ട് വാച്ചും ബ്രോയ്ക്ക് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് തരുന്നതായിരിക്കും കേട്ടോ. ഇപ്പം നമ്മൾ 23 ദിർഹമാണ് ഇന്ത്യൻ വേർഷൻ അല്ലേ. അതെ, 23 24 2290 ആയോ പറഞ്ഞല്ലോ. എന്തായാലും ഒരു ആവറേജ് ഇങ്ങനെ പിടിച്ചേ 23 24 ആവറേജിലാണ് റേറ്റ് വരിക. അതെ, ആ റേറ്റ് ഞങ്ങൾ എത്രയാണോ പറയുന്നത് അതിനെ കൊണ്ട് കുടിക്കാം. വേറെ ഒന്നുമില്ല. നമ്മളിപ്പോ 100 എന്ന് പറഞ്ഞാൽ 100 × 23 അല്ലെ 24 കൊണ്ട് 100 ഗുണിച്ചാൽ 2400.
അതെ അത്രേ ഉള്ളൂ. നമ്മൾ പറയുന്നത് ദൃഹത്തിലാണ്. നിങ്ങൾ ജസ്റ്റ് 23 കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇന്ത്യൻ മണിയും കിട്ടും കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞ 4 മാസമായി നിങ്ങളുടെ രണ്ടാളുടെ വീഡിയോ നിരന്തരമായി കാണുന്നു. കാത്തിരിപ്പിന് വിരാമം. അഷ്കർക്ക് അടുത്ത ആഴ്ച വരുന്നുണ്ട് അങ്ങോട്ട് iPhone 16 Pro എടുക്കാൻ. ഇൻഷാല്ല പോരെ മുത്തേ. ബ്രാൻഡ് സോൺ ഇരിക്കട്ടെ. ഒരു കിഡിലും വാച്ചിട്ടാ നമ്മൾ കിഡിലിനായിട്ട് ഇരിക്കട്ടെ. കമ്മിന് റീപ്ലൈ തന്നതിന് അർഹപ്പെട്ടവരും കൊടുത്തോളൂ. ഇൻഷാല്ല ഫണ്ട് സെറ്റ് ആവുന്ന ഞാൻ അങ്ങോട്ട് എടുക്കാൻ വരുന്നു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേര് ഒരുപാട് കമൻറ്റും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ട്. എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് ഇതേപോലെ തന്നെ വരട്ടെ. നമ്മൾ ഇതേപോലെ ഇങ്ങനെ നല്ല കിഡിലും കമൻറ്റ് ഇടുന്നവർക്ക് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം. അതെ, യശ്വന്ത് ഇപ്പോൾ 2-3 കമൻറ്റ് ഇനിയിപ്പോൾ നമ്മൾ വായിക്കണം എന്താ വെച്ചാൽ കുറച്ച് ആൻസേഴ്സ് തരാം കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് കാണുന്നു. ഒരു ഷോപ്പിൽ നിന്ന് വിശ്വസിച്ചെടുക്കാൻ പറ്റുന്നില്ല. പക്ഷേ നിങ്ങളുടെ ഒരുപാട് വിശ്വാസമാണ്. എവിടെ നിന്ന് എടുക്കണമെന്ന് വിചാരിച്ചിട്ട് കാശുമില്ല. സാംസങ് S23 വില ഒന്ന് പറയാം. ഇന്ന് S23 പറയുന്നുണ്ട് നമ്മൾ 23 സംഭവം 23 മാത്രം നോർമൽ 23 വരുന്നുണ്ട്. S23 അൾട്ര ഇപ്പൊ വരുന്നില്ല. സ്റ്റോപ്പായി. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ വീക്കിൽ പ്രത്യേകം പറഞ്ഞു 23 അൾട്ര അവർ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്ത് ഇടയ്ക്ക് 1-2 പീസ് ഇങ്ങനെ ലെക്കിന് കിട്ടുന്നതാണ്. അപ്പോൾ അതിന്റെ കൂടെ തന്നെ ചില ആൾക്കാർക്ക് ഇങ്ങനെ കമ്പനി 22 അൾട്ര എന്താ പറയുക, 21 അൾട്ര 23 കിട്ടുന്നില്ല. പിന്നെ 21 22 പറയേണ്ട ആവശ്യമില്ല. വില നല്ല കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഓൾഡിലേക്ക് പോവാതെ ലേറ്റസ്റ്റിന് എടുത്തു നല്ല വിലയാണ് കൊടുക്കുന്നത്. റോക്കി വ്ളോഗ്സ് ചോദ്യം ഉത്തരം കൊടുത്തു. 50,000 രൂപയ്ക്ക് താഴെ നല്ല ഫോൺ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതും പറയാം നമുക്ക്. അത് നമുക്ക് ഈ വീഡിയോയിൽ പറയണം. 50,000 രൂപയ്ക്ക് അത് ഒരുപാട് നമ്മൾ ഇതിൽ പറയാറുണ്ട്. നിങ്ങൾ ജസ്റ്റ് കാൽക്കുലേറ്റ് മതി. BBA സാംസങ് S25 അൾട്ര എടുക്കണോ അതോ ഹോണർ മാജിക് 7 Pro എടുക്കണോ? ആകെ കൺഫ്യൂഷനാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച 2 പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? രണ്ടും നല്ല തന്നെയാണ്. ഒന്നിന് എന്താ ഇപ്പൊ പെപ്സി എടുക്കണം കൊക്കക്കോള കുടിക്കണം എന്ന് പറഞ്ഞ അവസ്ഥയാണ്. സംഭവം തന്നെയാണ്. രണ്ടിന് ചെറിയ ഡിഫറെന്റ് കാര്യങ്ങൾ ഉണ്ട്. S23 അൾട്ര എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ വീഡിയോ കണ്ടപ്പോൾ നല്ല വിശ്വാസം തോന്നുന്നു. UAE ഉണ്ട്. എന്തായാലും 1 day വരും നിങ്ങളുടെ അടുത്തേക്ക്. ഓക്കെ, PK വ്ളോഗ്സും പോരെ. എന്തായാലും S23 അൾട്ര എടുക്കണേക്കാൾ S24 അൾട്ര S25 അൾട്ര നല്ല അതിലും പ്രൈസ് കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലേ? വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിശയപ്പെടും. നല്ല വില കുറച്ചിട്ട് കൊടുക്കാൻ പോകുന്നത്. ബാബു ഷാനവാസ്, ഞാൻ സാംസങ് S25 അൾട്ര എടുക്കാൻ കുറേ ഷോപ്പിൽ അന്വേഷിച്ചു. കണ്ടതിൽ നിങ്ങളുടെ ഷോപ്പാണ് ഇത്രയും ഓഫർ കൊടുക്കുന്നത്. എന്തായാലും ഈ മാസം ഞാൻ അവിടെ വരുന്നുണ്ട്. ബാബു ഒരുപാട് ഇപ്പോൾ നമ്മുടെ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കമൻറ്റ് വായിച്ചാൽ തന്നെ അറിയാം നമ്മുടെ വീഡിയോയിൽ എന്താണ് വിശ്വാസം വരുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ. 2021 ഞാൻ BB വ്ളോഗ്സ് കണ്ട എവർസിറ്റിയിൽ നിന്ന് വൈഫിന് iPhone 12 Pro എടുത്തിരുന്നു. ഇപ്പോൾ എനിക്ക് 16 Pro Max 256 വേണം. നിങ്ങളുടെ ഗിഫ്റ്റ് വാച്ചും വേണം. മെയിൽ ഞാൻ വരുന്നുണ്ട് ഓഫർ തരുന്നതെന്ന് പറഞ്ഞിട്ടാ. മിഡ്സ് വേൾഡ് 85-89. അപ്പം മിഡ്സ് വേൾഡിൽ ഇരിക്കട്ടെ ഒരു വാച്ച് കേട്ടോ. മിഡ്സ് വേൾഡിൽ ഇരിക്കട്ടെ ഒരു വാച്ച്. അപ്പോൾ എന്തായാലും കുറേ കാലമായിട്ട് കൂടിയ ആളല്ല. അപ്പോൾ മുപ്പിരിക്കട്ടെ. അപ്പോൾ ഒരുപാട് കമൻറ്റ് കാര്യങ്ങൾ അതുപോലെ നിങ്ങളുടെ സംശയ കാര്യങ്ങളൊക്കെ അല്ലേ? അതെ, സംശയം എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടോ. ഡൗട്ടുള്ള അറിയുന്ന കാര്യങ്ങളാണ് നിങ്ങൾ നിർബന്ധമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അതെ നമ്മളങ്ങനെ ഗിവ് ആൻഡ് ടേക്ക് പോളിസിയിൽ എങ്ങനെ പോകണം. നിങ്ങൾ ചോദിക്കും, നമ്മൾ ഉത്തരം തരും. നിങ്ങൾക്ക് എന്താണ് ആവശ്യം അത് നമ്മൾ തരും. അങ്ങനെ നിങ്ങളുടെ ഒപ്പം നമ്മളിങ്ങനെ സഞ്ചരിക്കാനല്ലേ, നമ്മളിങ്ങനെ തുടരും. ഓക്കെ, നമുക്ക് അധികം മോഡൽ പറയുന്നുണ്ട്. അതേ മോഡലുണ്ട്. അപ്പോൾ ചെറിയ മോഡലൊക്കെ നമ്മൾ പറയാൻ പോകുന്നുണ്ട്. ഓഫറിന് റെഡി ആയിരിക്കുകയാണ്. ഞാനും കണ്ടിരുന്നു ഒരു 50,000-നുള്ളിലുള്ള ഫോണുകൾ പറയണമെന്നുണ്ട്. ചെറിയ ആൾ അതിന്റെ ഇടയ്ക്ക് വേറെ കമ്പനി ഉണ്ടായിരുന്നു ഒരു 1000-1500 ഫോണുകൾ പറയണമെന്നുണ്ട്. അത് ദിർഹാമിന്റെ. അപ്പൊ അതിന്റെ ഒക്കെ നമുക്ക് എന്താ ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ചിട്ട് ബിഗിലേക്ക് പോവാം. അതെ, അപ്പൊ നമ്മൾ സെറ്റ് ആകാൻ പോകണം. അപ്പൊ ഏതിൽ തുടങ്ങണം? A06 മുതൽ തുടങ്ങാം. അപ്പൊ അത് ചെറിയ ഫോണല്ലേ? ചെറിയ A06 താഴെ 50,000 രൂപയ്ക്ക് താഴെ A06. ഇത് 50,000 നാട്ടിലെ ഒരു 10,000 15,000 ഉള്ളിലുള്ള സാധനങ്ങൾ. അതെ, A06 10-15,000 സാധനം തന്നെ. 10,000-നുള്ളിൽ 4 GB റാം 64 GB മെമ്മറി അല്ലേ? എല്ലാം TDR ആയിരിക്കും. കൂടെ TDR എന്ന് പറഞ്ഞില്ല. സാംസങ് മുഴുവൻ TDR സ്റ്റോക്ക് 280 ദിർഹം ഉള്ളൂ കേട്ടോ. 280 ദിർഹം വെറും 6000 അത്ര തന്നെ ഉള്ളൂ. വെറും 6500 രൂപ വരുന്നുള്ളൂ. 6500 എല്ലാം 1 year വാറന്റിയുള്ള ബ്രാൻഡ് ന്യൂ ആയിരിക്കും. A6 ഇതന്നെ നമുക്ക് 128 വാങ്ങിക്കണേ 325 ഉള്ളൂ. 325 ഉള്ളൂ. 325 ഉള്ളൂ. വെറും 7475 ഉള്ളൂ കേട്ടോ. 325 ദിർഹം. സാംസങ് A06. A60 വാങ്ങിക്കണം, നല്ല റേറ്റ് കൊടുക്കാം. A16 എത്ര? വെറും 450 രൂപ. വെറും 450 ഉള്ളൂ. അത് 128 ആണ്. A16 വെറും 450 രൂപ. 6 GB റാം വരുന്നുണ്ട്, 128 GB മെമ്മറി വരുന്നുണ്ട്. ഓക്കെ ഡൺ. ഏകദേശം 10,350 രൂപ വരുന്നുള്ളൂ. A16 കേട്ടോ. ഓക്കെ, A16 A16 തന്നെ 5G വരുന്നുണ്ട്. ഓക്കെ, 5G. ഇത് 4G ആ? അത് 4G ആണ്. 5G തുടങ്ങുന്ന 550 രൂപയ്ക്ക് 5G കിട്ടും. 550 അത് 128 GB ആണ്. 128 550 എന്ന് പറയുമ്പോ 550 × 23 എത്ര തന്നെ? വെറും 12,650 രൂപ വരുന്നുള്ളൂ കേട്ടോ. ഇനി പറഞ്ഞില്ല കേട്ടോ. A16 5G ഇത് എത്ര GB? 128 GB. 128 GB. എത്ര GB റാം? 4 GB റാം വരും. 4 GB റാം 128 റാം കൂടുതലാണെങ്കിൽ A26 വേണം. ഏതാ? A26 എന്താ വില? A26 നമുക്ക് കൊടുക്കാം. A26 എവിടെ? 6 GB റാമും വരും. അതുപോലെ 128 GB മെമ്മറി വരും. 750 750 കിട്ടും. 750 നിങ്ങൾക്ക് ഇതാ
സാധനം കാണിച്ചു കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പെട്ടാണ് ഞാൻ ഇവിടെ പണിയെടുക്കുന്നത്. ഇതാ 17,250 750 ദിർഹത്തിന് നിങ്ങൾക്ക് A26 5G. നമുക്ക് A55 പിടിക്കും മക്കളെ. A55 ഒരുപാട് സാംസങ്ങിന് ഇപ്പം ഇറങ്ങിയ കുറച്ച് മാർക്കറ്റ് ഏറ്റവും കൂടുതൽ ഇതാണ് ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ ഓടി പോകുന്നത് നമുക്കളെ. പിടിക്കും ആൻഡ്രോയിഡിന്റെ 5G ആണത്. നമ്മൾ ലാസ്റ്റ് ഓഫർ ഇട്ടപ്പോൾ 1100 ഇട്ടായിരുന്നു. നമ്മൾ ഒന്നും കൂടി 50 കൂടി കുറച്ച് 1050 കൊടുക്കാം. 1050 പിന്നെ നമ്മൾ പ്രൈസ് കുറച്ചിട്ടാ 1050 ദിർഹത്തിന് തരും. ഓക്കെ, എത്ര 1050 നമുക്ക് 8GB റാം വരുന്നുണ്ട്, 256 GB മെമ്മറി വരുന്നുണ്ട്. വെറും 24,150 രൂപയ്ക്ക് വരുന്നുണ്ടോ. വെറും 1050 ദിർഹത്തിനാണ് മച്ചാമാരെ വരുന്നത്. ഇത് നിങ്ങൾക്ക് 8GB റാം 120 മെമ്മറി അല്ലേ. ലാറ്റസ്റ്റ് ഫോണാണോ ലാസ്റ്റ് ഇറങ്ങിയ A56 A56 ലാസ്റ്റ് ഇറങ്ങി. അതായത് 50 മെഗാ പിക്സൽ ഒക്കെ നല്ല അടിപൊളി ഫീഡ്ബാക്ക് ആണ് കസ്റ്റമർ വന്നിട്ട്. അത് നമുക്ക് 1350 കഴിഞ്ഞ വീക്കിൽ ഓഫർ ഇട്ടത്. ഈ വീക്കിൽ നമുക്ക് 1275 കൊടുക്കാം. 1275 ദിർഹത്തിന് നിങ്ങൾക്ക് ഗാലക്സി S56 5G. ഓക്കെ, അപ്പൊ ഇതും 23 വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് ഇനി മണി അറിയട്ടോ. എല്ലാത്തിനും നമ്മൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഡൺ. നമുക്ക് എഫ് കൊടുക്കല. ഗാലക്സി S24 FE ആണ് എടുത്ത് തരാൻ പോകുന്നത്. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഒന്നും കൂടി വില കുറച്ചാല് 1470 ദിർഹത്തിന് 1470 കഴിഞ്ഞ വീക്കിൽ നമ്മൾ 1525 കൊടുത്തത്. ഓക്കെ, അപ്പൊ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 33,925 രൂപ വരുന്നുള്ളൂ. അതാ മക്കളെ 33,000 FEക്കാണ്. ഇതിന്റെ കൂടെ ഒരാൾ കമന്റ് ഇട്ടിരുന്നു. അതിന് ഞാൻ മറുപടി കൊടുക്കാം. നാട്ടില് കുറവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആരോ കമന്റ് ഇട്ടായിരുന്നു. നാട്ടില് സംഭവം സാധനം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, റാം കുറവായിരിക്കും. ഇത് കറക്റ്റ് റാം നോക്കണം, റാം കുറവായിരിക്കും. അതേപോലെ തന്നെ വരുന്ന നാട്ടിലെ സാധനം, അതുപോലെ ചൈനന്റെ സാധനം, കൊറിയന്റെ സാധനം, ഇതൊക്കെ സാധനം വരുന്നത് എല്ലാം മിന്നുന്നല്ല പൊന്നില്ല എന്ന് പറഞ്ഞ പോലെ TDR എന്ന് വെച്ചാൽ TDR ആണ്. അതിന് വില കൂടുതലായിരിക്കും എപ്പോഴും. പക്ഷെ നമ്മളെടുത്ത് എടുക്കുമ്പോൾ അധിക മോഡൽ ചില 1-2 മോഡൽ മാത്രം നാട്ടിൽ വില കുറയും, ബാക്കി എല്ലാ മോഡലും നാട്ടിലേക്കാളും വില കുറവ് UAE ലാണ്. പക്ഷേ നാട്ടിലാക്കാൻ നല്ല സാധനം UAE ആണ്. റാമും കൂടുതൽ UAE ആണ്. എല്ലാവരും വാങ്ങാൻ ആഗ്രഹിക്കുന്ന UAE ആണ്. അതുപോലെ തന്നെ ഹാങ്ങിങ് അങ്ങനത്തെ ഒക്കെ കുറവ് UAE സാധനത്തിനാണ്. അതുകൊണ്ടാണ് എല്ലാവരും UAE സാധനം വാങ്ങുന്നത്. UAE പ്രൊഡക്റ്റും ഇത് തമ്മിൽ ചിലപ്പോൾ 500,000 ചില മോഡലിൽ രൂപ അത്രേ വ്യത്യാസം വരുള്ളൂ. ബാക്കി എല്ലാ മോഡലിനും UAE ആണ്. നിങ്ങൾക്ക് 20,000 30,000 നമ്മൾ അത് മുന്നോട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം, നിങ്ങൾ ഗൂഗിൾ ചെക്ക് ചെയ്യാം. ഇപ്പോൾ 25 അൾട്ര ഒക്കെ നമ്മൾ പറയുമ്പോൾ നാട്ടിലെ റേറ്റ് നോക്കുകയാണെങ്കിൽ ശരിക്കും 30,000-40,000 ഒക്കെ വ്യത്യാസമാണ് വരുന്നത്. ഇവിടെ UAE ലാണ് വില കുറവ്. വലിയ മോഡൽ, അത് ചെറിയ മോഡലാകുമ്പോൾ ചെറിയ വ്യത്യാസം വരുള്ളൂ. കാരണം അതിന്റെ വ്യത്യാസം എന്താണെന്ന് എനിക്കും അറിയില്ല. ചെറിയ മോഡൽ മാത്രം. അതേസമയം വലിയ മോഡലൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് UAE ലാണ് ഏറ്റവും വില കുറവുണ്ടാകും. ചെറിയ മോഡൽ എന്നല്ല, നല്ല ബിഗ് എമൗണ്ട് ഡിഫറൻറ്റ് വരും. ചെറിയ മോഡലൊക്കെ ആകുമ്പോൾ നാട്ടിലാണ് ചെറിയ, അത് വലിയ വ്യത്യാസം 500,000 വ്യത്യാസം. പക്ഷേ ഈ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും ഇവിടുത്തെ സാധനത്തിനാണ് ക്വാളിറ്റി ഉണ്ടാവുക, ആ ഒരു വ്യത്യാസം. അതുപോലെ റാം കൂടുതൽ ഇവിടുത്തെയാണ്. അപ്പം സാധനത്തിന് വ്യത്യാസം. അതുകൊണ്ടാണ് ഞാൻ മുന്നേ ഒറ്റ വാക്ക് പറഞ്ഞത്, മിന്നുന്നതെല്ലാം പറഞ്ഞില്ല. നാട്ടിലെ സാധനം ഇവിടുത്തെ സാധനം തമ്മിൽ താരതമ്യം ചെയ്യാൻ പറ്റില്ല, രണ്ട് തന്നെയാണ്. അതെ, റാം വ്യത്യാസം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾ ജസ്റ്റ് അറിയുന്ന ആൾക്കാർ കമന്റ് അടിച്ചോട്ടോ, റാമിൽ എന്തെങ്കിലും ഇപ്പോൾ ഇന്ത്യൻ വേർഷനോ അല്ലെങ്കിൽ മറ്റുള്ള വേർഷൻസിനോ റാം എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ ഇല്ലയോ എന്ന് ജസ്റ്റ് ഒന്ന് അറിയുന്ന ആൾക്കാരൊന്ന് കമന്റ് അടിച്ചോ, നമുക്ക് നോക്കിയോ. ഓക്കെ, ബ്രസൽറ്റ് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? അതിൻ്റെ ഇടയ്ക്ക് ബ്രേസ്ലെറ്റിന്റെ കച്ചവടം ചെയ്യേണ്ട ഒരുപാട് ഉണ്ട് കേട്ടോ. രസമല്ലേ കാണാൻ? എനിക്ക് ഇഷ്ടപ്പെട്ടു. രസമല്ലേ? രസമല്ലേ? ആരോ ഗിഫ്റ്റ് കൊടുത്തിയാ? രസം കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. ആരോ ഗിഫ്റ്റ് കൊടുത്തിയാ? ഓക്കെ, അടുത്ത 24 പറഞ്ഞില്ല നമ്മള്, 24 FE പറഞ്ഞില്ല. ഇനി 24 എല്ലാം എഴുതി വെച്ചിരിക്കും. കാരണം ഇപ്രാവശ്യം ഒന്നും വിട്ടുപോകാൻ പാടില്ല, ഒന്നും വിട്ടുപോകില്ല, എല്ലാ ഓഫറിലും കയറും. അതുകൊണ്ട് S24 വന്നോട്ടെ. S24 എത്രയ്ക്ക് കൊടുക്കാം? S24 നമുക്ക് 128 GB ആണ് 1850. 256 GB ആണെങ്കിൽ 2000 കിട്ടും. S24 ആട്ടോ. S24 പ്രൈസ് ആണ് ഏകദേശം 2000. 128 എത്ര? 1850. അതാ ഇൻറ്റു 23 ജസ്റ്റ് കാണിച്ചു കേട്ടോ. വെറും 42,550 S24 ഇട്ടാ. അപ്പൊ ഒരാൾ TDR ആണ് കേട്ടോ. വീണ്ടും ഇങ്ങനെ എടുക്ക പറയുന്ന TDR ആണ്. UAE ഒഫീഷ്യൽ സ്റ്റോക്കിന്റെ റേറ്റ് ആണ് ഈ പറയുന്നത്. അതെ, അപ്പൊ സാംസങ്ങിന്റെ ഒരുപാട് വില കുറച്ചിട്ടും കൂടിയിട്ടും ഓൺലൈനിൽ ഏത് സൈറ്റ് കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഓൺലൈനായാലും ഓഫ്ലൈനായിട്ടും മൊബൈൽ ഇടക്കാരാണെങ്കിലും അതും ഇതൊക്കെ ആയിട്ട് പല കളികളും ഇതിലുണ്ട്. വാങ്ങുമ്പോൾ TDR തന്നെ മേടിക്കുക, റാം നോക്കുക, ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് സാധനം 100% ഷുവറിൽ നമ്മൾ ഒരു വാക്ക് പറഞ്ഞ വാക്കാണ്. ആഴ്ചയിൽ 5 പ്രാവശ്യം വീഡിയോ ഇടുന്ന ആൾക്കാരാണ് ഞങ്ങൾ, അല്ലേ? തീർച്ചയായും. എവറസ്റ്റ് സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഡെയിലി നമ്മൾ ആഴ്ചയിൽ വീഡിയോ ഇടാതെ നമ്മൾ വന്നിട്ട് വീഡിയോ ഇടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തന്നെ നമ്മൾ എക്സ്പ്ലോറാണ്. നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ വീഡിയോ ഇടാനും പറ്റില്ല, ഇത്ര ഞങ്ങൾക്ക് കാണിക്കാനും പറ്റില്ല ഇത്രയും ഷോപ്പ്. അപ്പം നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ 100 അല്ല 200% ഉറപ്പിൽ നിങ്ങൾക്ക് സാധനം മേടിച്ചിട്ട് പോവാം, അല്ലേ? കറക്റ്റായി നിങ്ങൾക്ക് 1 കൊല്ലം വാറണ്ടി സാംസങ് ഷോപ്പിന്റെ വാറണ്ടി അല്ല. നിങ്ങൾ എന്താണോ സാധനം എടുത്ത് അന്ന് മുതൽ അടുത്ത ആ ദിവസം വരെ 365 ദിവസം കറക്റ്റ് സാംസങ് കമ്പനിന്റെ വാറണ്ടി ഞങ്ങൾ തന്നിരിക്കും. ഓക്കെ, അപ്പൊ അതിനിടയിൽ കൂടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു നെഗറ്റീവ് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഇതില് ഇങ്ങനെ ഒരു പീസ് ഇങ്ങനെ ആക്റ്റീവായ ഒരു സാധനം കണ്ടു എന്ന് പറഞ്ഞിട്ട് അതിനുള്ള റിപ്ലൈ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി തന്നിട്ടുണ്ടായിരുന്നു.
അത് ഇനിയിപ്പോൾ വെച്ചാൽ ഒരു കമന്റ് വരുന്ന സമയത്ത് നമ്മൾ അതിനും കൂടെ റിപ്ലൈ ചെയ്യണല്ലോ. നമ്മൾ ഓൾറെഡി റിപ്ലൈ ചെയ്യുന്നത് ഒരുപാട് പേരുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒഴിവാക്കൊന്നുമില്ല. കണ്ണിപ്പെട്ട് കഴിഞ്ഞാൽ അതിന് മറുപടി വരും. പിന്നെ കുറച്ചൊക്കെ ഷോപ്പുകാരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകലുണ്ട്. പിന്നെ നമുക്ക് ഫേക്ക് ഐ ഡി എന്നൊക്കെ വരുന്നുണ്ട്. അവർക്കും റീപ്ലൈ കൊടുക്കാൻ പറ്റുന്നതാണ് റീപ്ലൈ കൊടുക്കും. പിന്നെ എല്ലാത്തിനും ചിലപ്പോൾ നമ്മൾ റീപ്ലൈ കൊടുക്കൂല. കാരണം വെച്ചാൽ ഈ ചില കല്ലേറ് നമുക്ക് എന്തൊക്കെ തടുക്കാൻ പറ്റും. ചില കല്ലേറ് തടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ അതാണ് മെയിൻ. നെഗറ്റീവ് കമന്റ് നമുക്ക് കാണുമ്പോൾ അറിയാം. നെഗറ്റീവ് അവരെ അക്കൗണ്ടും കാര്യമൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ഇത് വേണ്ടതാണ് വേണ്ടത്. അതായത് നോർമലുള്ള അക്കൗണ്ട് നമ്മൾ കറക്റ്റ് മറുപടി കൊടുക്കും. കാരണം വെച്ചാൽ അവർക്ക് സംശയം കൊണ്ടാണ് ചോദിക്കുന്നത്. നമ്മളിപ്പോ മനുഷ്യന്മാരാണ്, തെറ്റുകുറ്റങ്ങളൊക്കെ പറ്റാം. പക്ഷെ പരമാവധി നമ്മൾ ചെക്ക് ചെയ്യും. പരമാവധി വെച്ചാൽ അവിടെയാണ് വിശ്വാസം. അതുകൊണ്ടാണ് ഒരു ദിവസം പോലും നിങ്ങൾക്ക് സാംസങ്ങിന്റെ വാറന്റി കുറവ് ഷോ ചെയ്താൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും നിങ്ങൾ ഞങ്ങൾ പേയ്മെന്റ് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു ദിവസത്തെ പേയ്മെന്റ് ഞങ്ങൾ തന്നിരിക്കും. അതാണ്. അപ്പൊ ഇതിന് കൺഫ്യൂഷനോ കാര്യങ്ങളോ നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾ എന്ത് പറഞ്ഞാലും നമ്മൾ അതുപോലെ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് 100% വിശ്വസിച്ച് ഫോൺ മേടിക്കട്ടാ. അതാണ് നമ്മുടെ കളി. ഓക്കെ, ഡീലിങ്സ്. അടുത്ത നമ്മൾ 24 പ്ലസ് പറയണ്ട. ഓക്കെ, S24 പ്ലസ് ആരാധരുണ്ടോ? 24 പ്ലസ് കൊടുക്കാം. 24 പ്ലസ് എവിടെ? 24 പ്ലസ് S24 പ്ലസ് 24 FE 24 എത്ര? 24 പ്ലസ് നമുക്ക് റേറ്റ് ആണല്ലോ 2300 കൊടുക്കാം. എത്ര GB? 256 GB. 2300 2300 × 23 വരുന്ന ഏകദേശം 52,900 FE ട്ടോ. 2300 S24 പ്ലസ് FE അല്ല പ്ലസ്. 512 ഉണ്ടാക്കി 2600 കൊടുക്കാം. 2600 512 GB കിട്ടും മക്കളെ. S24 പ്ലസ്. ഓക്കെ, ഇനി നമുക്ക് ഇത് കുറച്ചും കൂടി വില കുറഞ്ഞ ഫോൺ കാണിക്കുന്നത് ഇതാ. വില കുറഞ്ഞ 16 GB റാം വരും. 14C നമ്മള് കൊമ്പന്മാരെ പറഞ്ഞില്ല. 50,000 ഉള്ളിലുള്ള ഫോൺ പറയാൻ പറഞ്ഞില്ല. അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ആദ്യം ഒരു 5 മിനിറ്റ് അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ റെഡ്മി 14C ആരാധകരുണ്ടോ? 8 GB റാം 256 മെമ്മറി 375 രൂപ. 16 GB റാം വരും. TDRന്റെ പ്രത്യേകത അതാണ്. അവിടെ മുന്നേ പറഞ്ഞത് TDR ഒക്കെ ആകുമ്പോൾ നാട്ടിലെ സാധനമാണ് 4+4 8 GB നമുക്ക് റാം കിട്ടും. ഇത് നിങ്ങൾക്ക് വരുന്നത് 8+8 ആണ്. 16 GB റാം കിട്ടും. അതെ, ഓഫറുകൾ ഞങ്ങൾ തുടർന്നുകൊണ്ടിരിക്കട്ടോ. ഓക്കെ, 375 വെറും 375 ഐഫോണും സാംസങ്ങും മാത്രമല്ല നമ്മൾ ഓഫർ കൊടുക്കുക. നമ്മൾ പറയുമ്പോൾ ഐഫോണും സാംസങ്ങിന്റെ വില കുറഞ്ഞു എന്ന് പറയും. പക്ഷേ ഏതൊരു ആൻഡ്രോയിഡ് ഫോൺ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടും. നിങ്ങളെ മടക്കിയോടെ ഞങ്ങൾ തീരുമാനിച്ചില്ലല്ലോ. ഇല്ല, തീർച്ചയായും ഉറപ്പാണ്. അപ്പൊ ആർക്കും വേണം. ഇനി നമുക്ക് രാജാവിലേക്ക് പോകാം. ഇനി നേരെ രാജാവിക്കാം. ജസ്റ്റ് കാണിച്ചു എത്ര നോക്കിയയുടെ ഇപ്പൊ ടച്ച് ഫോൺ വേണമെന്നുള്ള മുതല് ഈ സാധനം ഈ ഇരിക്കുന്ന ആൻഡ്രോയിഡ് ഫോണുകളൊക്കെ നിങ്ങൾക്കുള്ള ഉണ്ടാ. നോക്കിയയുടെ പേര് മാറ്റി കേട്ടോ. എന്താ നോക്കിയയുടെ പേര് ഇപ്പം തന്നെ ഇപ്പൊ രണ്ടും കൂടിയിട്ടാണ് വരുന്നത്. ഇനി HMD എന്ന് പറഞ്ഞിട്ടേ വരുള്ളൂ. HMD ആക്കി. ഓക്കെ, ചില ആൾക്ക് അറിയാൻ പറ്റുമായിരിക്കും. അറിയാത്ത ആൾക്കാർ കമന്റ് ഇട്ടോ. പേര് നോക്കിയ നമ്മൾ കാണൂല. അപ്പോ നമ്മളൊരു 80, 90 അവർക്കൊക്കെ അറിയാൻ പറ്റും. ഈ പുതിയ ലേറ്റസ്റ്റ് ജനറേഷന് ചിലപ്പോ ഒരു 2000-ന് ശേഷം ഇറങ്ങിയൊക്കെ അറിയാൻ ചാൻസ് കുറവായിരിക്കില്ല. 2000-ന്റെ ശേഷം റിലീസായ ആൾക്കാർക്ക് ഇത് ചിലപ്പോ നോക്കിയന്റെ പേര് ചിലപ്പോൾ അറിയാൻ പറ്റില്ല. നോക്കിയ പണ്ട് വേറൊരാളില്ലാത്ത വേറൊരാൾ വരില്ല എന്ന് ചിന്തിച്ചിട്ട് രാജാവായിരുന്നു. അതുപോലെ അവര് ചിന്തിച്ചത് വേറൊരാൾ ഇതിനപ്പുറം വരില്ല എന്നായിരുന്നു. പക്ഷെ അവർ ആ ചിന്ത നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പാടാത്തൊരു കാര്യമാണ്. എന്നാക്കാട്ടം ഉഷാറാണ് വേറെ ആളെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. അവ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കസ്റ്റോഡ് ആയാലും അല്ലെങ്കിൽ എന്ത് ബിസിനസ് ആയാലും അതല്ല. നിങ്ങൾ ഇത് പഠിക്കുന്ന കാര്യത്തില്ല. പഠിക്കുന്ന കുട്ടികൾ ഒരുപാട് കാണുന്നുണ്ടല്ലോ. പഠിക്കുന്ന വെച്ചാൽ നമ്മൾ എപ്പോഴും ഒരിക്കലും ചിന്തിക്കുന്നത് ഞാനാണ് ഏറ്റവും ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ചിന്തിക്കരുത്. എന്നാക്കാട്ട് ഉഷാറായിട്ട് എന്റെ അടുത്ത് ഇരിക്കുന്നു ചിന്തിച്ചാൽ മാത്രമേ അവനാക്കാട്ട് ഉഷാറായിട്ട് എനിക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ആ ഒരു ചിന്ത ഒരിക്കലും നമ്മൾ സ്വയം അഹങ്കരിക്കരുത്. നമ്മൾ എത്ര തന്നെ അറിവും കാര്യം ഒക്കെ ഉണ്ടാകും. പക്ഷെ എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്നാക്കാട്ടെ. കാരണം ഏത് നിമിഷം അവന് ഉഷാറാവാം. ആ ഒരു ചിന്ത നമുക്ക് വേണ്ടത്. നമുക്ക് ഏത് നിമിഷം നമ്മൾ വണ്ടി ഇങ്ങനെ വന്നെടുക്കുമ്പോൾ ഓക്കെ നമ്മളാണ് മുന്നിലുള്ളതെന്ന് വിചാരിച്ചിട്ട് നമ്മളൊന്ന് സ്ലോ ആകുക അല്ല അതേ സ്പീഡ് പോവാണെങ്കിൽ അടുത്തുള്ള സ്പീഡ് കൂട്ടി എല്ലാം വരുന്നുണ്ടാവും. അപ്പൊ നമ്മൾ ആ ഒരു എപ്പോഴും നമ്മൾ എന്താക്കണോ അവനേക്കാൾ ഉഷാറിൽ നമ്മൾ ആവണം എന്നുള്ള ചിന്ത അല്ലെ നമ്മൾ ബേക്കിലായി പോകുന്ന ചിന്ത ഉണ്ടാകുമ്പോൾ നമ്മളെപ്പോൾ മുന്നിലെത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് നിൽക്കും. മുന്നിലാണെങ്കിൽ പോലും വീണ്ടും മുന്നിലേക്ക് കുതിച്ചുകൊടുക്കും. അതല്ല നമ്മൾ ഓക്കെ ആണെന്ന് എപ്പം ചിന്തിച്ചോ അന്ന് അവിടെ സ്റ്റോപ്പ് ആയി. അതെ, അതാണ് നമ്മുടെ നോക്കിക്ക് സംഭവിച്ചത്. നോക്കി ഒരു കാലത്ത് നമ്മൾ എക്സ്പ്രസ് മ്യൂസിക് അതുപോലെ E72 അങ്ങനെ ഒരുപാട് മോഡൽ സെറ്റ് സാധനങ്ങളായിരുന്നു പണ്ട് നോക്കിയത്. എക്സ്പ്രസ് അന്ന് ഇത് കയ്യിലിട്ട് പണ്ടൊക്കെ റേഡിയോ എടുത്തിട്ട് റോഡ് കൂടി നടക്കുന്ന പരിപാടിയായിരുന്നു. അതിന്റെ ശേഷം പണ്ടത്തെ ആൾക്കാർ ഒരു കാലഘട്ടം അങ്ങനെയായിരുന്നു.
ഈ റേഡിയോ ഒക്കെ കൈ പിടിച്ചിട്ടാണ് വാർത്തയും കേട്ടോണ്ടല്ല പാട്ടും കേട്ടോണ്ട് പോവുക. അതിനുശേഷം അതുപോലെ കണ്ടത് നമ്മൾ നോക്കിയ മൊബൈല് എക്സ്പ്രസ് മ്യൂസിക് ഇറങ്ങിയപ്പോഴാണ്. രണ്ട് എക്സ്പ്രസ് മ്യൂസിക് ഉണ്ടായിരുന്നു. ഒന്ന് ഒരു ചെറിയ പത്തല ഫോൺ ഉണ്ടായിരുന്നു, ചെറുത് കനല്ലാതെ, പിന്നെ ഒന്ന് ഇത്തിരി വലുത് മോട്ട, ഒരു റെഡ് കളർ, രണ്ട് സൈഡിൽ ലൈറ്റ് ആയിട്ട്. അതൊക്കെ ആരും ഉപയോഗിച്ചിട്ടുണ്ടെന്ന് കമന്റ് അടിച്ചോ? ആരും ഉപയോഗിക്കാൻ. നോക്കിയ ഫോണിന്റെ മറ്റൊരു പേരാണ് ടോർച്ച് ഫോൺ. കാരണം ടോർച്ചിന് അതോടുകൂടിയാണ് ടോർച്ചിന്റെ വാല്യൂ കുറഞ്ഞു പോയത് നോക്കിയ ഫോൺ ഇറങ്ങിയോടുകൂടിയിട്ട്. അപ്പൊ ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതെന്താ വില? അപ്പൊ നമുക്ക് ഇതൊക്കെ ചെറിയ വിഷയമുള്ളൂ. ഇതൊക്കെ 100 ദിർഹം, അങ്ങനെ 200 ദിർഹം, 100 ദിർഹംസിനുള്ളിൽ 100 ദിർഹം. അതായത് 100 ദിർഹം മുതല് നോക്കിയ ഫോൺ മുതല് അങ്ങ് S24 അൾട്ര, S25 അൾട്ര, സാംസങ് എല്ലാ ഫോണും ഉണ്ട്. അത്രയാണ് നമുക്ക് ഇതിൽ നോക്കിയ ഫോൺ വാങ്ങി എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒരു കമന്റ് അടിച്ചാൽ. അത്രയാണ്. നോക്കിയ ഫോൺ ആരൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അവരൊന്ന് കമന്റ് അടിച്ചാൽ. നോക്കിയ ഫോൺ ഉപയോഗിച്ച് നല്ല കമന്റ് സ്പെഷ്യൽ ഗിഫ്റ്റ്. അപ്പൊ നമുക്ക് അത് പറഞ്ഞു. ഇനി നമുക്ക് നോർമലിലേക്ക് പോകല്ല. ഓക്കെ, ഇതൊക്കെ ബാക്കിയുണ്ട്. അതുകൊണ്ടാണ് ഇനി ഒരുപാട് മോഡൽ പറയുന്നുണ്ട്. പറഞ്ഞാൽ നമ്മൾ സമയം എന്താ പറയാ കൂടുതലായി ലോങ് ആയി പോകും. അപ്പൊ നമുക്ക് 24 അൾട്ര തുടങ്ങല്ല. S24 അൾട്ര ആരാധകരെ, 24 അൾട്രക്ക് വില കുറച്ച്. S24 അൾട്ര വീണ്ടും വില കുറഞ്ഞു. എത്ര? ഓക്കെ, നമുക്ക് 2750 കൊടുക്കാം. 2750 ദിർഹത്തിന് ബ്ലാക്ക് കളർ ഇട്ടാ. അതന്നെ ബ്ലാക്ക് തന്നെ 512 വേണ്ടാക്കി 3100 കൊടുക്കും. 3100 എടുക്കും. 512 തന്നെ 63,250. ഇപ്പൊ 256 GB 2750. 2750 2750 ദിർഹം. ഇന്ത്യ മണി പറഞ്ഞാൽ വെറും 63,250 രൂപയ്ക്കാണ് നിങ്ങൾക്ക് S24 അൾട്ര ഇത്രയും വില കുറച്ച് എവിടെയും കിട്ടാൻ പോകില്ല. അതാണ് ഇത്രയും വിശ്വാസമായിട്ടും. വീണ്ടും TDR എന്ന് പ്രത്യേകം പറയുന്നത് TDRന്റെ സാധനത്തിനാണ് റാം കൂടുതൽ. അതുകൊണ്ടാണ് TDR എടുത്ത് പറയുന്നത്. അപ്പൊ 512 എത്ര? 512 ആണെങ്കിൽ നിങ്ങൾക്ക് 3100 കൊടുക്കും. 3100 ദിർഹത്തിന് 512 GB കിട്ടും. അപ്പൊ നോക്കി വെച്ചോ. ഓക്കെ, ഡൺ. ഓക്കെ, അത് 25ലേക്ക് പോയാലോ? S25 അതുപോലെ നമുക്ക് TR തന്നെ പോവാം. 25 ഓക്കെ, S25 മക്കളെ. S25 ആണെങ്കിൽ നമുക്ക് 128 GB ആണെങ്കിൽ ബെസ്റ്റ് റേറ്റ് കൊടുക്കാം. 128 25 2300 3200 ദിർഹത്തിന്. S25ന് ഇത്ര പ്രൈസ്. S25 ആണ്. അതിന്റെ വ്യത്യാസം 2000 ഇതിന്റെ റാമാണ്. ഓക്കെ, റാമല്ല, സോറി, പ്രോസസറാണ്. 25 പ്ലസ് 25 അൾട്ര ഇതിന്റെ 3 സ്നാപ്ഡ്രാഗൺ ആണ്. മറ്റേത് അപ്പൊ S24 അൾട്ര നമ്മുടെ എക്സിനോസ് ആണല്ലേ? ഓ, അപ്പൊ ഇതൊക്കെയാണ് വ്യത്യാസങ്ങൾ. അപ്പം നമ്മള് ഈ വിലയും കാര്യങ്ങൾ, അതേപോലെ തന്നെ ചില സാധനങ്ങൾ, ചില രാജ്യത്തെ സാധനങ്ങൾ സ്നാപ്ഡ്രാഗൺ വരുന്നുണ്ട്, അതിൽ എക്സിനോസ് വരുന്നുണ്ട്, അത് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. S25 അൾട്രയിൽ എല്ലാത്തിനും വരുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനിപ്പോ വരാം. അതുപോലെ തന്നെ ഒന്ന് അത് വ്യത്യാസം. രണ്ടാമത് ഇത് വാങ്ങുന്നതിന്റെ ഉദ്ദേശം എന്താ വെച്ചാൽ ചില ആൾക്കാർക്ക് ഈ ബിഗ് സ്ക്രീന് ഇഷ്ടപ്പെടുന്നില്ല. ചെറിയ സ്ക്രീൻ വേണമെന്നുള്ള ആവശ്യക്കാർക്ക് ഇത് വാങ്ങാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോഴും വില നല്ല വിലയൊക്കെ ഉണ്ട്. നല്ല TDRന്റെ സാധനം ഇപ്പം കൊടുക്കുന്നതിൽ വെച്ചാൽ ഏറ്റവും ടോപ്പ് റേറ്റ് ആണ്. എത്ര പ്രൈസ്? 2300. 128 ഉണ്ട്. അപ്പൊ 256 2600. ഓ മോനെ, 2600 2600 ദിനം TDR S25. S24 അൾട്ര വില 256 GB 2750 ദിനം അല്ലേ? 200 അൾട്രക്ക്. ഓ, അപ്പൊ 2750 അത് മേടിക്കില്ല. ലാഭം ശരിക്കും ലാഭം. ബിഗ് സ്ക്രീൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവും. ബിഗ് സ്ക്രീൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാരും S25 ഫീച്ചേഴ്സ് ഒക്കെ ഏകദേശം ഓൾമോസ്റ്റ് സെയിം ആണ്. നമുക്ക് പിന്നെ മെയിൻ ആയിട്ട് എല്ലാവരും ഫോൺ വാങ്ങുമ്പോൾ പ്രൊസസറാണ് ചെക്ക് ചെയ്യുക. അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, ഡൺ. അപ്പൊ S25 അൾട്ര വേണ്ടവർക്കും ഉണ്ട് കേട്ടോ. ഓക്കെ, ഡൺ. അടുത്ത അത് കൊടുത്തു. ഇനി അതന്നെ നമുക്ക് S25 പ്ലസ് വേണ്ടാക്ക്. ഓക്കെ, S25 വേണ്ടാക്കാണെങ്കിൽ 2800 256 കൊടുക്കാം. ഇനി അതന്നെ 512 വേണ്ടാക്ക് സ്റ്റോക്ക് പോയില്ല. ഇല്ല, S25 പ്ലസിന്റെ 512 സ്റ്റോക്ക് ഇല്ല. 256 ആണെങ്കിൽ 2800. ഓക്കെ, ഈ S24 അൾട്ര 2750 ബ്ലാക്ക് കളർ മാത്രമാണ്. ബ്ലാക്ക് ആണ്. വേറെ കളറിനൊക്കെ 20-30 വ്യത്യാസം അത്രേ ഉള്ളൂ. അത് വലിയ പ്രശ്നങ്ങളില്ല. പിന്നെ കളർ പറഞ്ഞില്ല എന്ന് പറയുന്നത് ബ്ലാക്ക് കളറിനാണ് ഈ ഓഫർ. കറക്റ്റായിട്ട് എടുത്ത് പറയുന്നുണ്ട്, പറയാണ്ടിരിക്കൂല. മറ്റുള്ള കളറിന് 20-30 ദിർഹം അധികേ ഉള്ളൂ. ഗ്രേ ഉണ്ടാക്കുകയാണെങ്കിൽ അത്ര 20-30 വ്യത്യാസം വരുന്നുള്ളൂ. ഓക്കെ, നമുക്ക് നാളെ സ്റ്റോക്ക് വരുന്നുണ്ട്. വില കുറച്ചിട്ടാണ്. അതും ചിലപ്പോൾ അതേ റേറ്റ് നമ്മൾ തന്നിരിക്കും. അതുപോലെ വീഡിയോയിൽ എടുത്ത് പറയാത്തതെന്ന് വെച്ചാൽ ബൈ ചാൻസ് ആ റേറ്റിന് കിട്ടിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഇതേപോലെ തന്നെ 20-30 കൂടും. അതുകൊണ്ടാണ് പറയുന്നത്. സന്തോഷം പങ്കിടാം. ഇനി 25 അൾട്രന്റെ വില പറയില്ല. 25 അൾട്ര ഇഷ്ടം പോലെ 25 അൾട്ര അതാണ് നമ്മൾ ഇത്തവണ സ്പെഷ്യൽ പൊട്ടിക്കാൻ പോവാണ്. S25 അൾട്ര പൊട്ടിക്കാൻ പോവാണ്. കൂടെ BBA സ്പെഷ്യൽ കൊടുക്കാണ്. BBA കൊടുക്കുന്നതാണ് 3150 TDR 256 GB 1 year വാറണ്ടി. പേടിക്ക് മക്കളെ, ഇനി എന്തെങ്കിലും വേണ്ടേ? കൂടെ കൂടാനുള്ളതെല്ലാം കൂടെ കുടിക്കുമെന്ന് പറഞ്ഞു. ആദ്യമായിട്ടാണ് ഇത്രയും വില കുറച്ച് കൊടുക്കുന്നത്. 25 അൾട്ര ഇറങ്ങിയിട്ട് 3 മാസം ഇല്ല. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്. ഓക്കെ, 4 മാസം കൊണ്ട് നമ്മൾ വില കുറച്ചിരിക്കുകയാണ്. 3150.
ഞെട്ടുള്ളവർ ഞെട്ടിക്കോ, വെറും 3150 നാട്ടിലെ റേറ്റ് കൂട്ടി കാണിച്ചു കൊടുക്കും ബിബിയ, നാട്ടിലെ റേറ്റ് കൂട്ടി കാണിച്ചു കൊടുക്കും. നാട്ടിലെ റേറ്റ് നിങ്ങൾ നാട്ടിലെ റേറ്റ് നോക്കുന്ന ആൾ നോക്കിക്കോ, ഇൻറ്റു 23 നാട്ടിലെ റേറ്റ് നോക്കുന്ന ആള് നാട്ടിലെ റേറ്റ് നോക്കിയിട്ട് എത്രയാണ് വ്യത്യാസം അതുകൊണ്ട് കമന്റ് ബോക്സിൽ ഇട്. വെറും 72,500 രൂപയ്ക്കാണ് S25 അൾട്ര തന്നെ. വെറും 72,500 രൂപയ്ക്ക് S25 അൾട്ര. ഇതിന് മേലെ എന്ത് വേണം? വെല്ലുവിളി തന്നെ കേട്ടോ, ഓപ്പൺ ചാലഞ്ച്. അതന്നെ 512 വേണ്ടാക്ക് 3875. 512 1 TB വേണ്ടാക്ക് 4600. 4600 dirham 1 TB S25 അൾട്ര. അപ്പൊ ഇത് നോക്കട്ടെ, ഇത് ബ്ലാക്ക് കളറിനാണോ സ്പെഷ്യൽ ഓഫർ ഉള്ളത്? ഇത് ഓൾമോസ്റ്റ് 3 കളർ വരെ സെയിം പ്രൈസിന് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഏകദേശം 3 കളർ വരെ സെയിം പ്രൈസ് കൊടുക്കാം. ബാക്കിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും, പക്ഷെ നിങ്ങളുടെ കയ്യിൽ പോക്കറ്റിലുള്ള പൈസ നമ്മൾ സേവ് ചെയ്യും. അടുത്ത എല്ലാം TDR ആണ് മക്കളെ. വീണ്ടും പറയാണ് TDR എന്ന് വെച്ചാൽ യുഎന്റെ ഒഫീഷ്യൽ സ്റ്റോക്ക് ആണ്. 1 ഇയർ വാറണ്ടി, 365 ദിവസത്തിൽ ഒരു ദിവസം പോലും നിങ്ങൾക്ക് വാറണ്ടി കുറയൂല. അതും ഷോപ്പ് വാറണ്ടി അല്ല, കമ്പനി പേയ്മെന്റ് വാറണ്ടിയാണ്. 365 നിങ്ങൾ പേയ്മെന്റ് അല്ല, ഒരിക്കലും നിങ്ങളില്ല, അത് ഫ്രീ ആണ്. നിങ്ങൾ 365 ദിവസം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വാറണ്ടി, കമ്പനി വാറണ്ടി കിട്ടിയിരിക്കും. അതാണ് ഞങ്ങളുടെ കളി. ഓക്കെ, നമുക്ക് സാംസങ് ഏകദേശം ഓൾമോസ്റ്റ് ആയി. അപ്പൊ നമുക്ക് ഇതൊക്കെ ഐഫോണിലേക്ക് പോവാം. ഐഫോൺ രാജ, iPhone 17 വിപ്ലവം സൃഷ്ടിച്ചു ഞങ്ങൾ. വിപ്ലവം iPhone 17 വന്നിട്ട് ഇനി നമുക്ക് ട്രംപിനെ വിളിക്കുന്നില്ല, കാരണം ഓൾറെഡി വില കുറച്ചാന്നുകൊണ്ട് ഇനി ട്രംപിനെ വിളിച്ചിടങ്ങാറാക്കണം. ട്രംപിന് ഒരുപാട് ഭരണ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. വെറുതെ പുള്ളിക്കാരെ കുറച്ച് ഞങ്ങൾ iPhone 16 Pro Max കുറച്ച് ഞങ്ങൾ താത്തിയിട്ടുണ്ട്. S25 അൾട്ര അത് ഞങ്ങൾ 17 ഇറക്കും മാറ്റും. വേറെ സാധനം ഇറങ്ങുന്നുണ്ട് കേട്ടാ, ദിവസങ്ങൾക്കൊക്കെ നമുക്ക് വേറെ സാധനം എഡ്ജ് ഇറങ്ങാൻ പോകുന്നുണ്ട്. ഞങ്ങൾ പൊട്ടിക്കോ. അപ്പൊ iPhone 13 അല്ലേ ഇത്? iPhone 13 നമുക്ക് തുടങ്ങാം. 13 128 എത്ര കൊടുക്കുക? TDR 1600. 1600 ദിരത്തിന് TDR എടുത്ത ഐഫോൺ. ഓക്കെ, 14 മേടിക്കണം, അതും TDR 2000. പിടിക്ക് 2000 ദിരത്തിന് iPhone 14 128 അതന്നെ 256. 14 വേണ്ടാക്കി കൊടുത്ത് 2350, അതും TDR. ഓക്കെ, 2350 ദിരത്തിന് നിങ്ങൾക്ക് 2350 ദിരത്തിന് നിങ്ങൾക്ക് TDR iPhone 14 250 അല്ലേ? 256 iPhone 250. ഇനി 14 കഴിഞ്ഞ് ഇനി 15ലേക്ക് പോവാം. iPhone 15 ആരാധകരെ 15 ആവുമ്പോൾ നമുക്ക് ഇന്ത്യന്റെ ജപ്പാന്റെ ഒക്കെ വരുന്നുണ്ട്. നമുക്ക് വില കുറച്ച് 2300 കൊടുക്കാം. 2300 ദിർഹത്തിന് അതല്ല, അതും TDR വേണമെന്നുള്ള ജസ്റ്റ് 50 ഓൺസ് കൊടുത്താൽ 2350 128 കൊടുക്കാം. 2350 ഏത് വേർഷൻ ആണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഇന്റർനാഷണൽ വാറന്റിയാണ്, 100% ഷുവർ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം. ആപ്പിളിൽ മാത്രമേ നിങ്ങൾക്ക് പുറത്തത്തെ സാധനം കിട്ടുള്ളൂ. ആപ്പിൾ ഒഴികെ വേറെ ഏത് സാധനം എടുക്കാനും TDR മാത്രമേ നമ്മുടെ ഷോപ്പിൽ കിട്ടുള്ളൂ. അതാണ്, നോട്ട് ചെയ്തോ. ഓക്കെ, അപ്പൊ അടുത്ത നമുക്ക് 15 256 GB ഉണ്ടാക്കി 15 256 GB ഇന്ത്യന്റെ അല്ല ജപ്പാന്റെ ഒക്കെ ആണെങ്കിൽ 2700. TDR ഉണ്ടാക്കി 2750. 2750 50 വ്യത്യാസമുള്ളൂ. iPhone 15 128 GB പ്രൈസ് ആണ് പറഞ്ഞത്. BBA 15 പ്ലസ് ഇല്ല. ഓക്കെ, 15 Pro ഇല്ല. 15 Pro Maxും ഇല്ല. 15 ഒന്നുമില്ല, എല്ലാം കഴിഞ്ഞു. കമ്പനി പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്തു. അടുത്ത 16 ഇങ്ങനെ അത് ഏകദേശം 3-4 മാസം കൂടി ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞാൽ 17 ഇറങ്ങണ്ട. വേഗം വായിക്കാം. ഇനിയിപ്പോ 17 ഇറങ്ങാന്ന് വെച്ചാലും വെയിറ്റ് ചെയ്യണ്ട. ചില ആൾക്കാർ അങ്ങനെ ഉണ്ട്. നമ്മള് 14 ഇറങ്ങിയപ്പോൾ പറഞ്ഞു 15 ഇറങ്ങട്ടെ, 15 ഇറങ്ങിയപ്പോ പറഞ്ഞു ഇനി 16 ഇറങ്ങട്ടെ. 16 ഇറങ്ങിയപ്പോ ഇനി 3-5 മാസമല്ലേ ബാക്കി. കത്തട്ടെ. ഡിസൈൻ കണ്ടില്ല ഞങ്ങള്. ഡിസൈൻ മാറിയ ഡിസൈൻ എല്ലാം അവരിതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, അത് ഏകദേശം ലീക്ക് സെയിം ആയിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഇതാവില്ല. ലീക്ക് ഏകദേശം സെയിം ആയിരിക്കും. അതുപോലെ പറഞ്ഞിട്ട് വേറെ മോഡൽ ഇറങ്ങുന്നുണ്ട്. അതുപോലെ ഇപ്രാവശ്യം കുറച്ചും കൂടി മോഡൽ എക്സ്ട്രാ ആക്കാൻ ചാൻസ് കൂടുതലാണ്. അല്ല, ഞാൻ പറയട്ടെ, ഇപ്രാവശ്യം ഇപ്പോൾ ഡിസൈൻ മാറിയിട്ടില്ലെങ്കിൽ പ്രശ്നം തന്നെ. ഇതിപ്പോൾ മോഹൻലാലിന്റെ ആൾക്കാർ, നമ്മൾ ലാലേട്ടന്റെ ആൾക്കാർ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് തുടരുന്ന സിനിമ കിട്ടിയപ്പോൾ മോഹൻലാൽ അഭിനയിക്കുന്നുണ്ടല്ലേ, നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. നല്ല ബാത്റൂം സീൻ അവിടെ ഇവിടെ ഒക്കെ നല്ലൊരു അഭിനയമുണ്ട്. അപ്പൊ ജനങ്ങൾ ആഘോഷാക്കി. അതേപോലെ തന്നെ ഐഫോണിന്റെ ഫാൻസുകാരുടെ കളി നോക്കാം. ഇപ്പൊ 14 ഇറങ്ങി, 15 ഇറങ്ങി, 16 ഇറങ്ങി, എല്ലാം ഒരേ ഡിസൈൻ. ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന മനസ്സ് മടുത്തിരിക്കുന്ന ആൾക്കാർ. സംഭവം അപ്ഡേറ്റ് എന്താണെങ്കിലും ആ ഡിസൈനിന് വ്യത്യാസം വേണ്ടേ? പക്ഷെ ഡിസൈൻ മാറിക്കഴിഞ്ഞാൽ 17 നിന്ന് കത്തും. നോക്കിക്കോളി നിങ്ങള്, കത്തിക്കുക ഞങ്ങൾ. നമുക്ക് നമ്മൾ ജസ്റ്റ് നമുക്ക് തീപ്പൊരിയാ വേണ്ടു, ബാക്കി കത്തിക്കൽ നമ്മൾ. അടുത്ത നമുക്ക് വേണ്ടത് 16 പോല. ഇനി 16 പോവാണെങ്കിൽ നമുക്ക് 16 ആവുന്നുണ്ട്. 16 iPhone 16 കൊടുക്കാം. ഓക്കെ, iPhone 16 ഓഫർ ഉണ്ട്. എത്ര? 16 ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോവാം. iPhone 16 128 2575 ഇന്ത്യന്റെ സാധനം കിട്ടും. TDR ആണെങ്കിൽ 2700. 150 വ്യത്യാസം. ഇനി അതന്നെ 16 256 GB ആണെങ്കിൽ ഇന്ത്യന്റെ ആണെങ്കിൽ 3000. ഇനി അതല്ല TDR ഉണ്ടാക്കി 3156 256 GB പ്രൈസ് ആട്ടോ. iPhone 16 ആണ് 2 വർഷം. ഇനി 16 പ്ലസ് ആണ് വേണ്ടിക്കുന്നത്. 16 പ്ലസ് 128 2975 ഇന്ത്യന്റെ. അതന്നെ TR വേണ്ടിക്കുന്ന 3100 കൊടുക്കും. 3100. അതെ, 16 പ്ലസ് 128
128 16 പ്ലസിന്റെ പ്രൈസ് ഇന്ത്യയുടെ TDR നല്ല വ്യത്യാസം ഉണ്ട് അല്ലേ? വ്യത്യാസം ഏകദേശം ഉണ്ട്, ഏകദേശം 125 ദിർഹത്തിന്റെ വ്യത്യാസം ഉണ്ട്. ഇന്ത്യയുടെ TDR രണ്ടും നമുക്ക് അവൈലബിൾ ആണ്. കളറൊക്കെ അപ്പൊ ഏറ്റവും കൂടുതൽ ഈ പ്ലസ് ഉണ്ടല്ലേ, നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ നല്ല സാധനം ഇരിക്കണില്ല. നിങ്ങൾ എല്ലാ കളറുണ്ട്, ഈ കളറൊക്കെ നല്ല കാണാൻ കറക്റ്റായിട്ട് നമ്മൾ പറയുന്നത് കേട്ടോ. ഇന്ത്യന്റെ റേറ്റ് TR കറക്റ്റായിട്ട് പറയുന്നത് നിങ്ങൾ ഒരുപാട് ദൂരത്ത് വണ്ടി പിടിച്ച് വരുന്നത് ഇവിടെ എത്തിയിട്ട് ഇന്ത്യന്റെ റേറ്റ് കേട്ടിട്ട് TR കിട്ടണമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു മുഷ്കിലായിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് ഒരു വിഷമമാണ് നിങ്ങൾ ഇത്ര ദൂരത്ത് വരുമ്പോൾ. അപ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുറത്ത് അന്വേഷിക്കാം. നിങ്ങൾ പുറത്ത് അന്വേഷിക്കണം. ഞങ്ങളൊരു വില പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തെത്തേണ്ടതെന്നൊക്കെ അന്വേഷിച്ചിട്ട് എന്നിട്ടാണ് സ്ഥാപനത്തിൽ വരേണ്ടത്. എന്തായാലും നിങ്ങൾക്ക് നല്ല സാധനം വിശ്വസിച്ച് വാങ്ങാം. ഒരു കേബിൾ പോലും ഞങ്ങൾ ചേഞ്ച് ചെയ്യില്ല. എനിക്ക് വില കുറഞ്ഞെന്ന് ചോദിച്ചാൽ കേബിൾ ചേഞ്ചിങ് അല്ലെ സാധനം മാറ്റി വെക്കല് അങ്ങനത്തെ പരിപാടി. ഉപയോഗിക്കാത്ത ഒറിജിനൽ സാധനം 1 year വാറന്റി നിങ്ങൾക്ക് തരും. അതാണ് ഞങ്ങളുടെ കളി, വേറെ കളിയല്ല. 16 പ്ലസ് 256 ആണെങ്കിൽ ഇന്ത്യൻ്റെ ആണെങ്കിൽ നമുക്ക് 3400 കൊടുക്കാം. അതിന് TR ആണെങ്കിൽ 3500 കൊടുക്കാം. 250 256 GB പ്രൈസ് ആണ് പറഞ്ഞത്. 16 പ്ലസ് ആണ് ഇവിടെ സാധനം. നമുക്ക് രാജ്യത്തിലേക്ക് പോയാലോ? 16 Pro ഓക്കെ 16 Pro 16 Pro ആണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. 16 Pro ഏതൊക്കെ വെർഷൻ ഉണ്ട്? TDR ഒക്കെ കൊടുക്കാം. TDR 16 Pro TDR Pro Max TDR 128 എല്ലാ കളർ ഒറ്റ റേറ്റിന് കൊടുക്കാം. എത്ര? 3500. വെറും 3500 ദിർഹം. 3500 ദിർഹത്തിന് എല്ലാ കളറും ഒറ്റ പ്രൈസ്. iPhone 16 Pro TDR. ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇത് 256 ഡിസേർട്ട് സ്പെഷ്യൽ കളർ എടുക്കുകയാണെങ്കിൽ 3800 ഇപ്രാവശ്യം കൊടുക്കും. 3800 3600 മറ്റേ പറഞ്ഞല്ലേ? 3008 ഇത് 3500 128 3500. ഇനി 256 ആണെങ്കിൽ 3800 സ്പെഷ്യൽ കളർ ഡിസേർട്ട് കൊടുക്കും. ഓക്കെ, നമ്മൾ പറഞ്ഞു മാറിയപ്പോ കുറച്ച് നേരത്തെ 3800 പറഞ്ഞു നമ്മള് ഇല്ല. ഓക്കെ, അപ്പൊ 128 3500 256 GB സ്പെഷ്യൽ കളറ് നിങ്ങൾക്ക് വെറും 3800 വേറെ കളേഴ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് 50 റംസ് കൂടും. 50 റംസ് കൂടും. 16 Pro 3900 കൊടുത്ത സാധനമാണ്. ഓർക്കണം, ഇപ്രാവശ്യം 100 ദിർഹംസ് കുറച്ചു. 100 ദിർഹം വീണ്ടും കുറച്ചിട്ടാണ് 16 Pro ഒക്കെ ഇട്ടാ. ഓക്കെ, പിന്നെ അതിന് 512 വേണ്ടാക്ക് 4600, 4600 ദിർഹം 512 അതിന്റെ 1 TB വേണ്ടാക്ക് 5300, 5300 ദിർഹം മക്കളെ 16 Pro. ഓക്കെ, 16 Pro Max. ഓക്കെ, 16 Pro Max ആണെങ്കിൽ 16 Pro Max അടിപൊളി റേറ്റ്. ഡിസേർട്ട് സ്പെഷ്യൽ കളർ 4150. 4150 ദിർഹത്തിന് നിങ്ങൾക്ക് ഡെസേർട്ട് വെറും 95,000 ഇന്ത്യൻ മണി. 95,450. അതെ, 1,00,000 ഉള്ളിൽ മാത്രമേ UAE നിങ്ങൾക്ക് അത് സ്പെഷ്യൽ TDR ഒക്കെ വരുന്നുള്ളൂ. നാട്ടിലൊക്കെ ഇപ്പോഴും എത്ര നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്തോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നെറ്റ് നോക്കാം, സെർച്ച് ചെയ്യാം, ഓൺലൈൻ എല്ലാം ഒന്നല്ല എല്ലാം കൊടുക്കാൻ വേണ്ടി വെച്ചിട്ടില്ല. ഇതാണ് iPhone 16 Pro Max വിത്ത് 1 year ആപ്പിൾ വാറന്റി അടക്കം വേൾഡ് വൈഡ് വാറന്റി അടക്കം നിങ്ങൾ തരുന്നത്. ആപ്പിൾ സ്റ്റോറിൽ നോക്കുക, ഇന്ത്യൻ വെബ്സൈറ്റിൽ നോക്കുക, UAE വെബ്സൈറ്റിൽ നോക്കുക, എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത്രയും കുറവ് പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുള്ള ആപ്പിൾ സ്റ്റോറിലൊക്കെ പ്രത്യേകിച്ച് സെയിം സാധനം നിങ്ങൾക്ക് ഇതാ തരുന്നു. വെറും 4150 വിത്ത് 1 year ആപ്പിൾ വാറന്റി, ഇന്റർനാഷണൽ വാറന്റി. ഇന്ത്യ ഇൻറ്റു 23 വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് ഏകദേശം 95,450 രൂപയ്ക്കാണ്. 1,00,000 താഴെ കിട്ടുന്നത്. ഇത് ഇന്ത്യയിൽ വേണ്ടിക്കുകയാണെങ്കിൽ വളരെ കൂടുതലല്ലേ പ്രൈസ്? ഇന്ത്യയിലുണ്ട് ഇപ്പോൾ 1.30 1.25 1.30 1.40 വരെയുള്ള സൈറ്റ് ഉണ്ട്. അതെ, അപ്പൊ കടകളിലാണെങ്കിൽ നിങ്ങൾക്കറിയാം ഏകദേശം 10,000-40,000 രൂപ കൂടുതലായിരിക്കും. അപ്പൊ ദുബായ് അത് മാത്രമല്ല ഇന്ത്യൻ ആവുമ്പോൾ ഇന്ത്യൻ സ്റ്റോക്ക് കിട്ടുക, TR കിട്ടും. വ്യത്യാസമുണ്ട്, അതിന് വ്യത്യാസവും കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ വരിക. അപ്പോൾ ഫ്ലൈറ്റിലെ ടിക്കറ്റ് എടുത്ത് ഓടിച്ച് വന്നാലും നിങ്ങൾക്ക് സാധനം നല്ല ഫ്രീ ആയിട്ട് ദുബായ് അങ്ങനെയും കാണാം. ഇവിടെ വരിക, നിങ്ങൾക്ക് അവിടെ അഷ്കർക്ക് ഉണ്ടാവും. ഞാൻ പുറത്തായിരിക്കും, ഞാൻ പുറത്ത് വീഡിയോസും കാര്യങ്ങളൊക്കെ നടക്കായിരിക്കും. അഷ്കർക്ക് അടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് നിങ്ങൾക്ക് പോവാം. പിന്നെ നമ്മൾ പുറത്തെടുത്തെങ്കിലും വെച്ച് കാണണമെങ്കിൽ നമുക്ക് നേരിട്ട് കാണാം അല്ലേ? ഫ്ലൈറ്റ് ഓടിച്ച് വരുമ്പോൾ പ്രത്യേകം നോക്കാം, പൈലറ്റ് മാത്രമേ ഫ്ലൈറ്റ് ഓടിക്കാൻ പറ്റുള്ളൂ, വേറെ നിൽക്കണ്ട. അതെ, ഫ്ലൈറ്റ് ഓടിക്കണ്ട, ഞങ്ങൾ കയറി ഇരുന്നായി പറഞ്ഞപ്പോൾ കുറച്ച് ആകാംക്ഷ കൂടി പോയത്. ഓക്കെ, അപ്പൊ ഇതിന് 256 നമ്മൾ കൊടുക്കുന്ന 4150. ഇനി വേറെ കളേഴ്സ് ഒക്കെ ഡിസേർട്ട് അല്ല, വേറെ കളേഴ്സ് ഒക്കെ ആണ് ജസ്റ്റ് 25 ദിർഹംസ് എക്സ്ട്രാ കൊടുത്തു. ഓക്കെ, 25 ദിർഹം എക്സ്ട്രാ കൊടുത്തായിട്ട്. അടുത്ത് നമ്മൾ അത് കൊടുത്തു. ഇനി അത് കഴിഞ്ഞ് 512. 512 ഇപ്പൊ എത്ര? ഒരു കാര്യം റൗണ്ട് ആയിട്ട് കൊടുക്കും, 5000 കൊടുക്കും. 5050 എന്തായിരുന്നില്ലേ? കുറച്ച് 50 ദിർഹം വീണ്ടും കുറച്ചിരുന്നു. ഈ 512 GB. ഓക്കെ, 1 TB ആണ് 5600. പിടിക്കും 5600 ദിർഹത്തിന് വെച്ചാമാരെ 16 Pro Max ഇട്ടാ. ഓക്കെ, ഡൺ. ഓക്കെ, ഇനി നമുക്ക് ബഡ്സ് പറയണം. ഓക്കെ, ബഡ്സ് പറയാം. ബഡ്സ് ഏറ്റവും വില കുറച്ച് നമുക്ക് സാംസങ്ങിന്റെ ബഡ്സ്, ഗാലക്സി ബഡ്സ് 3 കൊടുക്കും. ഗാലക്സി ബഡ്സ് 3 250 രൂപ. 250 മതി. 250 ദിർഹത്തിന് ഗാലക്സി ബഡ്സ് 3. ഗാലക്സി ബഡ്സ് 3 250 ദിർഹത്തിന്. ബഡ്സ് പ്രോ 3 Pro 425. വെറും 425 ദിർഹത്തിന്. ഓക്കെ, ഡൺ. ഇനി നമുക്ക് ആപ്പിളും കൊടുക്കാം. ആപ്പിൾ കൊടുത്തില്ല, ശരിയാവില്ലല്ലോ. 4 ആണ്. എയർപോർട്ട് 4 അത് 420. 420 ദിർഹം. ഇത് വിത്ത് നോയ്സ് ക്യാൻസലേഷൻ 550. 550. നോർമലിന് 420. ഇനി നോയ്സ് ക്യാൻസലേഷന് 550. ഇതിൽ പ്രോ ഇറങ്ങിയിട്ടില്ല, 4 ആണ്. ഇനി എയർപോർട്ട് പ്രോ 2
Pro 2, okay. അത് 670 മതി. 670. 670 dirham, 6 മച്ചാമാരെ. വാച്ച് വേണ്ട? വാച്ചും കൊടുക്ക്. എല്ലാം all in one. എല്ലാം കൊടുക്ക്. വാച്ച്. അതുകൊണ്ട് എല്ലാം എഴുതി വെച്ച പറയാൻ മറന്നു വന്നിന്. SC പെട്ടെന്ന് നോട്ട് ചെയ്തോ. SC 2 ആണ്. 40mm 40mm 725 മാത്രം. 725 ദിർഹത്തിന് ആപ്പിൾ വാച്ച് കൊടുക്കണം. അതന്നെ നമുക്ക് SC2 44mm ആണെങ്കിൽ 825. 825. ഓക്കെ, അതൊന്നല്ല നമുക്ക് ഇപ്പോൾ ലേറ്റസ്റ്റ് വാച്ച് 10 ആണെങ്കിൽ 42mm ആണെങ്കിൽ 1200. 1200. ഓക്കെ, ഡൺ. അതന്നെ നമുക്ക് 46mm ആണെങ്കിൽ 1300. 1300. ഓക്കെ, അതന്നെ അൾട്രാ 2 ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് 2700 കൊടുക്കും. 2700. സാധനങ്ങളെല്ലാം ഇവിടെ ഇരിക്കുന്നുണ്ട്, നമ്മൾ എടുത്ത് കാണിച്ചില്ലാന്നേ ഉള്ളൂ. അതൊന്നല്ല സാംസങ് അൾട്രാ ആണ്. സാംസങ് അൾട്രാ എല്ലാം ഉണ്ട്. വാച്ചുകളെല്ലാം നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ എടുത്ത് കാണിച്ചിട്ടില്ല എന്നുള്ളത് സാധനങ്ങളെല്ലാം ആക്സറീസും കാര്യങ്ങളും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫോണിന്റെ കാര്യങ്ങളാണ് പറയാറ് കൂടുതൽ. ആ സമയത്ത് എന്താണെന്നൊന്നും പറയാമെന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ A to Z കാര്യങ്ങൾ, ഇപ്പോൾ ഒരു സാധനം ഇപ്പോൾ ആപ്പിളിന്റെ ആയാലും സാംസങ്ങിന്റെ ആയാലും നിങ്ങളൊരു കാര്യം മേടിക്കണമെന്ന് മനസ്സിൽ ആഗ്രഹമുള്ള ആ സാധനങ്ങൾ എല്ലാം നിങ്ങൾക്ക് ഇവിടെ വന്നാൽ കിട്ടും. അതാണ് എവർസിയുടെ വേറെ പ്രത്യേകത. ഓക്കെ, ഇത് നമുക്ക് ഇത് ഗാലക്സി കൊടുക്കാം. ഇത് 999 999 സ്പെഷ്യൽ ഓഫർ ഇട്ടാ. ഇതാ ഗാലക്സി വാച്ച് അൾട്രാ വേണ്ട വിളിച്ചോ. ഓക്കെ, ഐപാഡ് വേണ്ട? ഐപാഡ് ഇഷ്ടം പോലെ ഉണ്ട്. ഐപാഡ് ഉണ്ട്, സാംസങ് ഐപാഡ് റേറ്റ് പറയണ്ട. ഐപാഡ് ആണെങ്കിൽ ഐപാഡ് 10 64GB ആണെങ്കിൽ 1050. വില കുറച്ചു. ഐപാഡ് കഴിഞ്ഞ ദിവസം ഐപാഡ് 10 വെറും 1050 ഉള്ളൂ. പുതിയ കേട്ടോ പറയുന്നത്, യൂസിനല്ല. ഐപാഡ് 10 ലാറ്റസ്റ്റ് കുറച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മോഡലാണ്. ഐപാഡ് 10 ആണ്, ബ്രാൻഡ് ന്യൂ ആണ് പറയുന്നത്. വെറും 1050. 1050 ഐപാഡ് 10. അതന്നെ ഐപാഡ് 10 256GB മെമ്മറി ഒക്കെ കൂടുതൽ വേണ്ട 1550. 1550 അല്ലേ? ഐപാഡ് 11 കുറച്ചും കൂടി ലേറ്റസ്റ്റ് കാണിക്കുന്ന ഐപാഡ് 11 128GB ആണെങ്കിൽ 1300. 1300 ഐപാഡ് 11. ഐപാഡ് 11 തന്നെ 256GB ആണെങ്കിൽ 1550 ഓഫർ ഉണ്ട്. 1550 1550 മക്കളെ. ഇത് ഐപാഡ് അല്ലേ? ഐപാഡുകൾ A to Z ഐപാഡുകൾ, ആപ്പിളിന്റെ ഐപാഡുകൾ ഉണ്ട്. ഐപാഡ് എയർ വേണോ? ഓക്കെ, എയർ കൊടുക്കാം. നമുക്ക് എയർ M3 ലേറ്റസ്റ്റ് മോഡൽ. ഓക്കെ, 128GB ആണ് 2150. ഇനി അതന്നെ ഐപാഡ് എയർ M3 ആണെങ്കിൽ M3 തന്നെയാണ് ഇപ്പൊ പറഞ്ഞത്. M3 ആണ് 256GB വേണ്ടാക്കി 2500. ഓക്കെ, അതന്നെ ഐപാഡ് പ്രോ M4 വേണ്ടാക്കി 256GB 3300. 3300 M4 ഉണ്ടോ? ഐപാഡ് M4 തന്നെ നിങ്ങൾക്ക് 256GB വേണ്ടൊക്കെ 4200. 4200 എല്ലാം ഇൻറ്റു 20 വെച്ച് ഇന്ത്യൻ മണി അറിയാൻ പറ്റും. ഐപാഡ് എല്ലാം പറഞ്ഞോ? എല്ലാം കഴിഞ്ഞു. ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കണം. ഓക്കെ, ഇനി സാംസങ് പറയണോ? ഇത് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടില്ലേ? അപ്പൊ ഐപാഡ് 10th ജനറേഷൻ മുതൽ പ്രോ വരെയുള്ള M1 പ്രോ വരെയുള്ള എല്ലാ പ്രൈസും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം ഓഫറിൽ തന്നെ കിട്ടും. ഒരുപാട് പേര് ചോദിക്കാണ്ട് ഐപാഡുകൾ എന്ന് പറയുന്നത് ഇപ്പൊ ആപ്പിളിന്റെ ഐപാഡുകളാണ് പറഞ്ഞത്. ഇനി നമ്മള് കമന്റ് വന്ന് അങ്ങനല്ല, നിങ്ങൾ ഈ പിന്നിൽ വെച്ചിട്ട് കാണാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. വില പറയൂ, എന്താ പറയാത്തത്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കമന്റ്. പ്രത്യേക വാച്ച് കൊടുക്കണ കമന്റാണ് ഇപ്രാവശ്യം കമന്റ് നോക്കാം. അപ്പോൾ ഐപാഡ് ആപ്പിളിന്റെ ഐപാഡുകളാണ് കാര്യം പറഞ്ഞ്. ഇനി നമ്മൾ നേരെ ടാബിലേക്ക് പോകണം, സാംസങ് ടാബിലേക്ക്. ഓക്കെ, അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ആ കമന്റ് വന്നിരിക്കുന്നത്. അയാൾ ചോദിക്കല് 10 രീതിയിലായിരിക്കും. ചില ആള് സ്നേഹം കൊണ്ട് ചോദിക്കണത്. ഇതിപ്പോ എന്താ വെച്ചാൽ നമ്മൾ പറയില്ലല്ലോ, ജനങ്ങൾക്ക് വിശ്വസിച്ച പറയണ. നമ്മള് ഒരു കാര്യം നമ്മൾ വീഡിയോ ഇങ്ങനെ ഇടുന്ന സമയത്ത് ആൾക്കാർക്ക് വിശ്വാസമാണ്. ആ വിശ്വാസമുള്ള ഷോപ്പ് തന്നെ മേടിക്കുന്ന ആൾക്കാർക്ക് ഉണ്ട്. ഈ ഐപാഡ് ഒക്കെ ഇതിങ്ങനെ വെച്ചിട്ട് ഇത് കേൾക്കുമ്പോ ആൾക്കാർക്ക് ഇത് പറയണില്ല, ചെങ്ങന്മാർ എപ്പോഴും കാണിക്കുന്നുണ്ട്. അതിന്റെ ചെറിയ നമുക്ക് A9 കൊടുക്കാം. A9 4G ആണ് റാം വരുന്നത്. ഇത് എടുക്കാത്തതെന്ന് വെച്ചാല് ഇതൊരു കഷ്ടിച്ചിങ്ങനെ കാരണം എന്താ പറയാ, അത് ഒരു പറഞ്ഞാൽ കേൾക്കാത്ത സ്ലിം ആണ് സംഭവം. സാംസങ് നമുക്ക് നല്ല ബോക്സ് ആണ്. ഇത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിൽക്കും, അത് നിൽക്കും. പക്ഷെ ഇത് എല്ലാം തൊട്ട് വെക്കാണ്. ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ ടപ്പടപ്പഴ പോകും. കാരണം ഇത് തീരെ ഭയങ്കര സ്ലിം ആണ്. ഇത് ബോക്സ് തീരെ വലിപ്പില്ല. ഓക്കെ, അപ്പൊ അവർ പാക്കിംഗ് അങ്ങനെയാണ്. കമ്പനിന്റെ കാര്യങ്ങളാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. റേറ്റ് പറയാം. വേറെ കാര്യം, സാംസങ്ങിന് ഇങ്ങനെ വെക്കാൻ തന്നെ സാംസങ്ങിന്റെ പാക്കറ്റ് ഉണ്ടല്ലോ, ഒന്നും വേണ്ടിയതാ. അതാണ് ഇപ്പൊ ആപ്പിളും വെച്ചു. നിങ്ങൾ സാംസങ് വെച്ചേ, സാംസങ്ങിന്റെ മുകളിൽ ചെറിയൊരു ഇതുണ്ടാവും, നിൽക്കാൻ പറ്റില്ല. അപ്പൊ ചെറിയ പ്രശ്നം ഇപ്പോഴാണ് ഏകദേശം ശരിയായിട്ടുള്ളവർക്ക്. ഓക്കെ, അപ്പൊ പറഞ്ഞോളെ ടാബ് കൊടുക്കാം. A9 4GB റാം 64GB മെമ്മറി ഉള്ളതിന് 350 രൂപ. 350 തരത്തിന് സാംസങ്ങിന്റെ 4G ആണ് കേട്ടോ, 4G ആണ്. അതന്നെ A9 8GB റാം 256GB മെമ്മറി ഉള്ള അതിന് നമുക്ക് ഒരു 500 ദിവസം കൊടുക്കാം. സിമ്മിടാൻ പറ്റും, പക്ഷെ 4G ആണ്. ഇനി നമുക്ക് A9 പ്ലസിലേക്ക് പോകുമ്പോൾ 4GB റാം 64GB മെമ്മറി ആണ്. അത് വൈഫൈ ആണ്. വൈഫൈ ആക്കി നമുക്ക് ഒരു കാര്യം 500 ദിവസം കൊടുക്കാം. 500 വിത്ത് വൈഫൈ ഉള്ളതാണ്. ഓക്കെ, ഇനി 5G അതിൽ തന്നെ A9 പ്ലസ് 5G വരുന്നത് 4GB റാമും 64GB മെമ്മറി ഉള്ളതിന്
5G ആണെങ്കിൽ നമുക്ക് സിം ഇടാൻ പറ്റുന്നതാണെങ്കിൽ 575. 575. ഓക്കെ. ഇനി അതന്നെ A9+ 8GB റാമും 128GB മെമ്മറി ഉള്ള 5G സിം ഇടാൻ പറ്റുന്നതാണെങ്കിൽ 750. 750 തരുന്നത്. ഓക്കെ. അപ്പൊ ടാബ് പറഞ്ഞു കഴിഞ്ഞു ഏകദേശം പറഞ്ഞ് ഇനിയിപ്പോൾ എന്നുള്ള എക്സ്ചേഞ്ച് ഓഫർ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും നല്ല ഫോണുകൾ കണ്ടീഷൻ നല്ലതാണെങ്കിൽ, കാരണം വേറെ കൊടുക്കുകയാണ് നല്ല കണ്ടീഷനല്ല, ഇനി നിങ്ങൾ ഒഴിവാക്കുന്ന ഫോൺ എടുത്തുകൊണ്ട് വരണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ വേറെ കൊടുക്കേണ്ടതാണ്. നിങ്ങൾ ഒഴിവാക്കുന്നില്ല, നിങ്ങൾ ഉപയോഗിച്ചൊക്കെ നിൽക്കുന്നത് അത് നിങ്ങൾക്ക് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം. അതായത് നല്ലൊരു കുറച്ചും കൂടി നല്ല ഫോൺ എടുക്കണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാർ നേരെ ആ ഫോൺ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം, ബാക്കി ക്യാഷ് കൊടുത്ത് ബ്രാൻഡ് വാങ്ങാം. അതല്ല, നിങ്ങൾ ഒഴിവാക്കുന്ന ഫോണാണ് നിങ്ങൾ തന്നെ ഒഴിവാക്കിക്കോളൂ. കാരണം എന്ന് വെച്ചാൽ വേറെ കൊടുക്കുമ്പോൾ നിങ്ങളെ ചിന്തിച്ചേ, കാരണം വേറെ കൊടുക്കാനുള്ളതാണ്. അപ്പോൾ നല്ല കണ്ടീഷൻ ഫോണാണെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടുന്നതിനെ കേട്ടോ, അതിലും ജാസ്തിയിലാണ് കുറയൂല. നിങ്ങൾക്ക് ഇവിടെ ഞാൻ നല്ല റേറ്റ് വാങ്ങാം. കാരണം എനിക്ക് വേണ്ടത് നല്ല ഫോണാണ്. എന്നെ വിശ്വസിച്ച് വരുന്ന കസ്റ്റമറിന് കൊടുക്കണം. അവർക്ക് കസ്റ്റമറിന് ഒരു 50-100 വിഷയമല്ല, അവർക്ക് നല്ല ഫോൺ കിട്ടണമെന്നുള്ളൂ. അപ്പോൾ നല്ല ഫോൺ ആരെയും കയ്യിലുണ്ടെങ്കിൽ യൂസർ മൊബൈൽ കൊണ്ടുവന്നാൽ നല്ല റേറ്റ് നിങ്ങളടുത്ത് വാങ്ങിയിട്ട് ബാക്കി ചെറിയ പൈസ കൊടുത്ത് നിങ്ങൾക്ക് എന്താക്കാം ബ്രാൻഡ് മൊബൈൽ നിങ്ങൾക്ക് വാങ്ങാം. അതുപോലെ നിങ്ങൾ തരുന്ന മൊബൈൽ നമുക്ക് ബാക്കിയുള്ള കസ്റ്റമർ അത് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അവർക്ക് കൊടുക്കാൻ സാധിക്കും. ഇത് നമുക്കൊരു ശീലാക്കി എടുക്കാം. ഇപ്പൊ നമ്മൾ കുറെ ആയിട്ട് വീഡിയോ ചെയ്യുന്നു, വർഷങ്ങളായിട്ട് ചെയ്യുന്നു. അപ്പൊ ഇനിയുള്ള വർഷങ്ങൾ എന്ത് ചെയ്യുക, മേടിക്കുക. ബിബിയെ ഒരുപാട് ആൾക്കാർ ഓൾറെഡി ശീലാക്കിയിട്ടുണ്ട്. വൺ ടൈമേ വാങ്ങുന്നുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു 3-4 വർഷം ഞാൻ കാണുന്നത്, ഒരു തവണ വാങ്ങിക്കഴിഞ്ഞാൽ അടുത്ത തവണ അവർ പുതിയ മോഡൽ ഇറങ്ങുമ്പോൾ ആ മോഡൽ കൊണ്ടുവന്നിട്ട് ബാക്കി ക്യാഷ് കൊടുത്തിട്ട് അടുത്ത ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇത്. ഒരു തവണ ഇൻവെസ്റ്റ് ചെയ്താൽ ചെറിയൊരു 1000 രൂപ 1200 വ്യത്യാസം വരുന്നുള്ളൂ. അടുത്ത തവണ പുതിയ മോഡൽ ഇറങ്ങുമ്പോൾ ആ മോഡലും ബാക്കി ക്യാഷ് തന്നിട്ട് പുതിയ മോഡൽ കൊണ്ടുപോവാണ്. അതെ, അത് അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് ഇപ്പൊ സാംസങ് ഇപ്പോൾ യൂസർ ആണെങ്കിലും പുതിയതാണെങ്കിലും കറക്റ്റായിട്ട് നമ്മൾ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊരു ശീലാക്കാൻ പറ്റും. ഇപ്പോൾ അത് മേടിക്കാൻ നിങ്ങൾക്ക് മാറ്റുന്നുണ്ടെങ്കിൽ അതേ സാധനങ്ങളെ വൃത്തിയായി സൂക്ഷിച്ചിട്ട് ഇവിടെ തന്നെ കൊണ്ടുവരിക. അപ്പോൾ നമ്മൾ അതിനുള്ള പൈസയും കാര്യങ്ങളൊക്കെ തരും. നിങ്ങൾ ഹാപ്പിയോ നമ്മൾ ഹാപ്പിയോ. അതെ, അവർ ആഗ്രഹം മാറ്റാം. 1 ഇയർ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് മൊബൈൽ ഉപയോഗിക്കാം, നല്ല ഫോട്ടോസ് എടുക്കാം, നല്ല വീഡിയോസ് എടുക്കാം, നല്ല ക്ലാരിറ്റി ഉണ്ടാവും. അതുപോലെ തന്നെ ഹാങ്ങിങ് കാര്യം ഉണ്ടാവില്ല. അടുത്ത മോഡൽ ഇറങ്ങുമ്പോൾ ബാക്കി ക്യാഷ് കൊടുത്താൽ മതി. ഇതില്ലെങ്കിൽ ഫുൾ എമൗണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. വൺ ടൈം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയേ വരുന്നുള്ളൂ. ആ പുതിയ ഫോൺ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, ഡൺ. അപ്പൊ നമ്മൾ നിർത്തിയല്ലേ? ഏകദേശം. പിന്നെ ഡെലിവറീസ് ദുബായ് അങ്ങാടിയിൽ ഡെലിവറി ഉണ്ട്. ബാക്കിയുള്ള UAE കൺട്രീസിലുള്ള ബാക്കിയുള്ള സ്ഥലങ്ങളിലെ ആൾക്കാരൊക്കെ നിങ്ങൾ ആരെങ്കിലും കുടുംബക്കാരെയൊക്കെ നിങ്ങൾ പറഞ്ഞു വിടുക. ഇന്ത്യയിലെ ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനെ എല്ലാവരും പറഞ്ഞു വിടുക. എല്ലാവരും അങ്ങനെയാണ് ഒരുപാട് പേര് ചെയ്യുന്നത്. നല്ല കിടലായിട്ട് ഫോൺ 25 ദിർഹംസ് ചാർജ് വരുന്നുള്ളൂ. UAE നിങ്ങൾക്ക് അബുദാബി, ഷാർജ, അല്ലേന് എവിടെയാണെങ്കിൽ UAE എല്ലാ സ്ഥലത്തും 25 ദിർഹംസിന്റെ ഉള്ളിൽ സാധനം എത്തിച്ചേരും. പിന്നെ അതല്ല, ഇനി പുറത്തുള്ളതാണെങ്കിൽ നമുക്ക് നിങ്ങളെ ബിബിയെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സോ ഫാമിലീസോ റിലേറ്റീവ്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ അറിയിക്കുകയാണെങ്കിൽ നമുക്ക് അവരെ കയ്യിൽ എത്തിച്ചു കൊടുക്കാം. അതെ, പിന്നെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ വാട്സപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പറഞ്ഞുതരും. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് സെറ്റ് ചെയ്തിട്ട് UAE എല്ലാവിടെയും എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഡെലിവറി തരുന്നതായിരിക്കും. അപ്പോൾ അതിലുള്ള ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല. ബാക്കി എന്തെങ്കിലും നിങ്ങൾ കമൻറ്റിൽ പറ. ബാക്കിയൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് എല്ലാം റെഡിയാക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും താങ്ക് യു.